الحمد لله رب العالمين الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي أرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المشتاقين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري. يا سيد الأبرار حبك في دمي نهر على نحو الصباح جاري. يا سيد السادات جئتك قاصدا أرجو حماك وأحتمي بحماك. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحة يزهر. فيا زينة الدنيا ويا آية المنى فمن ذا الذي عن حسين وجهك يبصر. فثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. يا محمد نور مجسم يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبة تنوير جمال خداي. يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبة تنویر جمال خدای یا محمد نور مجسم
तेरा वस्फ बयां हो किसे तेरा वस्फ बयां हो किसे तेरे कौन करे घबराए नबीज तेरी कौन करे घबराए आकाज तेरी कौन करे घबराए ये सदादी सफर में गुम है ये सदादी सफर में गुम है जिब्रील अमी के रसाए या मोहम्मद नूर मुजस्सम या हबीबी या मौलाए तस्वीर कमाल मोहब्बत तनवीर जमाल खुदाए या मोहम्मद नूर मुजस्सम മദീനതൻ പാടാ മഹനീയ നേതാ മനം കുളിരണിയാൻ മധുകൾ പാടാം മദീനതൻ പാടാ മഹനീയ നേതാ മനം കുളിരണിയാൻ മധുകൾ പാടാം ചന്ദനഗന്ധ സുഗന്ധമിതളിര് ചഞ്ചകമൊഞ്ചുള ചമ്പകമലര് ചന്ദനഗന്ധ സുഗന്ധമിതളിര് ചഞ്ചകമൊഞ്ചുള ചമ്പകമലര് യാ നബി യാ റസൂലേ യാ നബി യാ റസൂലേ യാ നബി അല്ലാഹ് യാ റസൂലല്ലാഹ് മദീനതൻ പാടാ മഹനീയ നേതാ മനം കുളിരണിയാൻ മധുകൾ പാടാം இந்த போத்த நாட்டிலாய் புத்திடும் தீனின் காய்கனே സത്യപതാകതനേതിരാ അടിയായി നാഥന്റെ പടയണി മനമതിൽ മതമധുര മൃതതിഥി മഹിമയിൽ വിളങ്ങിടും തിരുസൈതി മനമതിൽ മതമധുര മൃതതിഥി മഹിമയിൽ വിളങ്ങിടും തിരുസൈതി ചന്ദന ഗന്ധ സുഗന്ധമിതളിര് ചഞ്ചകമൊഞ്ചുള്ള ചമ്പകമലര് യാ ഹബീബി യാ റസൂലേ യാ നബി യാ റസൂലേ യാ നബി അല്ലാഹ് യാ റസൂലല്ലാഹ് മദീനതൻ പാടാ മഹനീയ നേതാ മനം കുളിരണിയാൻ മധുകൾ പാടാം സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, വാത്സല്യനിധികളായ കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലെങ്ത് വേണ്ട, ഞാൻ പറയുന്നത് ഇനി ഞാൻ ആവർത്തിക്കില്ല, സമയമില്ലാതുകൊണ്ട് കുറച്ച് സമയം മാത്രം. ലെങ്ത് വേണ്ട, ഉള്ള ഡിലേക്ക് എക്കോയ്ക്ക് സ്ട്രോങ് ഉണ്ടാവണം. ഒരു 1, 2, 3 റിപ്പീറ്റ് മാത്രം മതി. മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻകഴിഞ്ഞ സർവ്വ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് അവന്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, അപ്രകാരം സുന്ദരമായ സ്വർഗത്തിന്റെ ചിത്രം കണ്ട്
പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാരിസ് ദൂരെ പോയിരിക്കുകയാണ്. ഹാരിസ് എവിടെ? മാറിയുന്നതാ. അന്ന് ക്ലിയർ ചെയ്യും. പരിപാടി നടത്തുന്നുണ്ട്. വേഗം നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിപ്രധാനമായ ഒരു പ്രമേയമാണ്. കാരണം നമ്മുടെ കേരളത്തിന്റെ സിംഹഭാഗ സമ്പത്തും പ്രവാസികളുടെ ചോരയുടെ മണവും അവരുടെ വിയർപ്പിന്റെ ഗന്ധവുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേവലം അവരുടെ ഭാര്യമാരാകുന്ന ഗൾഫുകാരുടെ പ്രാണപ്രയസികളാകുന്ന ഭാര്യമാർ മാത്രമല്ല, അവരുടെ ഉപ്പയും ഉമ്മയും മാത്രമല്ല, അവരുടെ സഹോദരിയും സഹോദരനും മാത്രമല്ല, മാലോകർ മുഴുവനും മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ഈ പ്രമേയത്തെ എത്തിച്ചു കൊടുക്കേണ്ട ദൗത്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ പ്രവാസികൾ ജീവിതം നയിക്കുന്ന ഈ സമുദായത്തിന്റെ നല്ലൊരു വിഭാഗവും പ്രയാസപ്പെടുന്ന പ്രവാസികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യൽ അനിവാര്യമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭൂമിയിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും പ്രവാസികളാണ്. ഭൂമിയിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും സഹോദരങ്ങളെ പ്രവാസികളാണ്. നമുക്ക് വിദേശികളാണ്. നമ്മുടെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യോൽപത്തിയുടെ നായകൻ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു ഭവനത്തിൽ നിന്നാണോ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്, ആ ഭവനമാകുന്ന സ്വർഗമാണ് നമ്മുടെ സ്വദേശം. ആ സ്വദേശത്തേക്ക് തിരിച്ചു പോകേണ്ട വൈദേശികരായി പ്രവാസികളായി വന്നിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരൽപ്പ ജീവിതം, പ്രവാസ ജീവിതം ഭൂമിയിൽ അനുഭവിക്കുന്ന അതിൽ ചെറിയ തുച്ഛമായ ഒരു ടീമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും പരിസരത്ത് നിൽക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ഉള്ള സൗകര്യം പ്രയോജനപ്പെടുത്തിയിരിക്കണമെന്ന് ഞാൻ വിനയാന്വിതനായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാത്തത് എങ്കിൽ ഞാൻ ക്ഷണിച്ചു എന്നറിയിക്കുകയാണ്. അതുകൊണ്ട് പരിസരത്തും റോഡിലും നിൽക്കുന്ന ആളുകൾ നമ്മുടെ ശബ്ദങ്ങൾ അവിടേക്ക് എത്തുന്നുവെങ്കിലും മജ്ലിസ് അവിടേക്ക് നീളുന്നില്ല. മജ്ലിസിൽ ഇരുന്നതിന്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഈ മജ്ലിസിലേക്ക് കടന്നിരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നാം ഒക്കെ എല്ലാവരും പ്രവാസികളാണ്. കൂട്ടത്തിൽ ഈ പ്രവാസ ജീവിതത്തിന്റെ വിശാലമായ പ്രവാസ ജീവിതത്തിൽ കുറെ ആളുകൾ വൈദേശികരായി പ്രവാസികളായി ജീവിക്കുന്നവരുമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെയുള്ള സാമ്പത്തികമായ പുരോഗതിയുടെ നല്ലൊരു ഭാഗവും പ്രവാസികളുടെ പ്രയാസങ്ങളുടെ പിന്നാമ്പുറത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്.
നിത്താക്കാത്തുമായി ബന്ധപ്പെട്ട് ചെറിയ ചുരുങ്ങിയ ആളുകളെങ്കിലും കയറി വന്നപ്പോഴും നമ്മുടെ കേരള സർക്കാർ വളരെ പ്രയാസപ്പെടുകയുണ്ടായി. ചുരുങ്ങിയ ആളുകൾ നിത്താക്കാത്ത് സംബന്ധമായി കയറി വരുന്നതുമായി ബന്ധപ്പെട്ട് അനുബന്ധ ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോ വല്ലാത്ത ഒരു തകർച്ചയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് ബുദ്ധിജീവികളും സാമ്പത്തിക വിചക്ഷണന്മാരും നമ്മുടെ സമൂഹത്തെ വിശിഷ്യ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയിട്ടുള്ള, നമ്മുടെ നാടിനു വേണ്ടിയുള്ള ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് ജീവിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്ത് പാർക്കുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ഒരാളും തന്റെ കുടുംബത്തോടോ നാട്ടുകാരോടോ വീട്ടുകാരോടോ തുറന്നു പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ശ്രമിക്കാറില്ല എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അവരുടെ നാവുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ചില പട്ടിണിയും പരിവട്ടവും പറയുമ്പോ, ഇവിടെയുള്ള ചില സാമ്പത്തികമായ പരാധീനതകൾ പറയുമ്പോ, നമ്മുടെ വീട്ടിന്റെ അരമനയുടെ അകത്തളത്തിൽ പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട പ്രവാസികൾ അല്പവിശ്രമത്തിന് വേണ്ടി അവര് വിസിറ്റിംഗ് വരുന്നത് അവരുടെ നാട്ടിലേക്കാണ്. അവര് വിസിറ്റ് ചെയ്യുന്നത് അവരുടെ സ്വന്തം നാട്ടിലേക്കാണ്. സ്വന്തം നാട്ടിൽ കൂടുതലായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ സാഹചര്യങ്ങളും പ്രാരാബ്ദങ്ങളും കാരണം അവരുടെ നാടിലേക്ക് തുച്ഛമായ ദിവസങ്ങൾ എണ്ണി മണിക്കൂറുകൾ എണ്ണി കടന്നു വരുന്ന പ്രവാസികളായ സഹോദരങ്ങളുടെ ത്യാഗങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയാതെ കേവലം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്ത്രത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീസിന്റെ കാര്യത്തിൽ പാവപ്പെട്ട പ്രവാസികളോട് പറയുമ്പോ അവർക്ക് വലിയ പരിതാപകരമായ പ്രയാസങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ, നിങ്ങൾ അവതരിപ്പിക്കുന്ന ചെറിയ പ്രയാസം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവർ തയ്യാറാകാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രവാസി ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ ആദ്യമായി പാസ്പോർട്ട് എടുക്കാൻ തന്നെ ത്യാഗപ്പെടേണ്ട കാലമാണ്. പഴയകാലമൊന്നുമല്ല. ഇപ്പോൾ വളരെ കൃത്യമായി ഒരുപാട് നൂലാമാലകളുടെ ഇടയിൽ നിന്ന് വേണം ഒരു പാസ്പോർട്ട് ഒപ്പിക്കാൻ. എന്തെല്ലാം വെരിഫിക്കേഷനാണ്, എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് നാം അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിൽ, മാനേജ്മെന്റിന്റെ ഇടയ്ക്ക് നാം സാക്ഷിയാക്കേണ്ടത്. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, അങ്കുലി പരിമിതമായ ചില മുസ്ലിം നാമധാരികളായ ആളുകളുടെ ഏതൊക്കെയോ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ചില പ്രവർത്തനങ്ങൾ കാരണം പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടതുപോലെ സ്വസ്ഥമായി ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ഒരു പാസ്പോർട്ട് എടുക്കാൻ സാധ്യമല്ലാത്തൊരു കാലവും കൂടിയായിരിക്കുകയാണ്. തുറന്നു പറഞ്ഞാൽ മറ്റൊരു മതത്തിന് പാസ്പോർട്ട് കിട്ടുന്നതിനേക്കാൾ പ്രയാസമാണ് അവന്റെ മുമ്പിൽ മുഹമ്മദ് എന്നോ അവന്റെ ശേഷം ദീൻ എന്നോ ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയാണ് പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ വല്ലാത്ത കടുത്ത അന്വേഷണങ്ങളും പ്രയാസങ്ങളുമാണ് എന്റെ പ്രിയപ്പെട്ടവരെ കേവലം പ്രവാസ ജീവിതം നയിക്കുന്നതിന് മുമ്പായിട്ടുള്ളൊരു പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടവൻ അനുഭവിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പാസ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് സന്തോഷമുണ്ടെങ്കിലും മറുഭാഗത്ത് വേദനയുടെ വേലിയേറ്റങ്ങളിലേക്ക് കടന്നു വരികയാണ്. എന്താ കാരണം? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പരിസരത്തുള്ള പ്രവാസി ജീവിതവുമായി ബന്ധപ്പെടുന്ന സഹോദരങ്ങൾ, അവർ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടും ഉമ്മമാരോടും അവരുടെ സമക്ഷത്തിൽ ഞാൻ പറയുകയാ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു കോൾ ചെയ്താൽ പോരെ, ഗൾഫിൽ നിൽക്കുന്ന ഇന്നാളോട് പറഞ്ഞാൽ പോരെ, എന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ പോരെ, എന്റെ മകനോട് പറഞ്ഞാൽ പോരെ,
പോരെ, എന്റെ സഹോദരനോട് പറഞ്ഞാൽ പോരെ, എന്റെ എളാപ്പാനോട് പറഞ്ഞാൽ പോരെ, എന്റെ മൂത്താപ്പാനോട് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ആളുകൾ ഏതോ പണം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പണിയെടുക്കുന്ന പണക്കാരാണ്, പ്രവാസികളായി പ്രയാസങ്ങൾ അറിയാത്ത ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിസാവനത്തി എന്നറിയുമ്പോൾ തന്നെ വല്ലാതെ പ്രയാസവാ. എന്താ കാരണം? പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. ഒരുപാട് നാളുകൾ കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു സുവിശേഷമാണ്, ഒരു സന്തോഷ വാർത്തയാണ്. ആ കുഞ്ഞിന്റെ ഭൂമുഖമൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവന്റെ അടുക്കലേക്ക് വിസ വരികയാണ്. ഉടൻ തന്നെ വിളിച്ചു പറയുന്നു, ഒരാഴ്ചക്കുള്ളിൽ കയറണം, 2 ആഴ്ചക്കുള്ളിൽ കയറണം. ഒന്നാലോചിച്ചു നോക്കിയേ, എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനുഭവസ്ഥരാ. നിൽക്കുന്ന നിപ്പിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെ തീച്ചൂളയിലൂടെ മുന്നോട്ട് പോകുമ്പോ കോള് വരികയാ, ട്രാവൽസിൽ നിന്ന് വിളിക്കുകയാ, ഒരാഴ്ചക്കുള്ളിൽ കയറണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് മുകളിലോട്ട് നോക്കുകയാ, അവരെ നെഞ്ചകം പിടക്കുകയാ. പടച്ചവനെ, ഒരാഴ്ച കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും യാത്ര പറഞ്ഞിട്ടില്ല, എന്റെ വസ്ത്രങ്ങൾ പോലും ഞാൻ വാങ്ങിയിട്ടില്ല, പോകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാതെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് നാട്ടിൽ വെച്ച് തന്നെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളും സ്വീകരിച്ചുകൊണ്ട് അതാ ഗൾഫിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. അവര് വീട്ടിലേക്ക് ഓടിയെത്തുമ്പോ അതിന്റെ പ്രയാസങ്ങളും അവിടുത്തെ പ്രവാസ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും അറിയാത്ത സ്വന്തം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ആത്മാർത്ഥതയില്ലാത്ത സ്നേഹത്തിന്റെ അംശമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇനിയിപ്പോ ഈ ശകാരമൊന്നും കേൾക്കണ്ടല്ലോ, ഞാൻ കുറച്ച് മാറൊക്കെ ഇങ്ങനെ കാണിച്ച് ഞാനിങ്ങനെ തലയെ തട്ടൊന്നുകൂടാതെ ഞാൻ എന്റെ വസ്ത്രത്തിൽ ശ്രദ്ധിക്കാതെ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഇങ്ങനെ എപ്പോഴും പോവരുത് എന്ന് എന്റെ ഭർത്താവിന്റെ ശകാരവും നീ കേൾക്കണ്ടല്ലോ. ഇനി അങ്ങനെയുള്ളൊരു പ്രയാസവും എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന സന്തോഷിക്കുന്ന സഹോദരിമാര് കേൾക്കാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിനങ്ങളും പിന്നെ തെളിനീക്കുകയാ. ഓരോ ദിനങ്ങളും തെളിനീക്ക് മുന്നോട്ട് പോകുമ്പോ അടുത്ത ദിവസം പ്രഭാതത്തിലോ പാതിരാത്രിയിലോ എയർപോർട്ടിലേക്കുള്ള വാഹനവും ബുക്ക് ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന പ്രവാസി. ആദ്യമാകുമ്പോ ചിലപ്പോ ചെറിയ ഒരു സന്തോഷം ഉണ്ടാവും, നേരിയ ഒരു സന്തോഷം, ഏതോ വലിയ ഒരു സംഭവം, ഗൾഫിലേക്ക് പോവാന്നൊക്കെ വലിയ കാര്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ പോക്കാകുമ്പോ ലേശം സന്തോഷം ഉണ്ടാവില്ല, പ്രയാസങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവും. എത്ര എന്ന് പറഞ്ഞാലും ഏതൊക്കെ കാട്ടാള മനോഭാവമുള്ള ആളാണെങ്കിലും, ഏതൊക്കെ കാട്ടാള മനോഭാവമുള്ള ആളാണെങ്കിലും സ്വന്തം വീടും നാടും പുരയിടവും വിട്ടുപോകുമ്പോ അവർക്കുണ്ടാകുന്ന പ്രയാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാ വേദനയില്ലാത്തത്? ആർക്കാ സ്വന്തം നാടിനെ വിട്ടുപോകുമ്പോൾ പ്രയാസമില്ലാത്തത്? ലോകത്തിന്റെ അമ്പിളിത്തിങ്കുള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ പ്രേരണ കൂടാതെ സ്വലാത്ത് ചെല്ലാനുള്ള ആവേശം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. എന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ അറിയണേ, പൊന്നമ്പിളിത്തിങ്കൾ ഉദയം ചെയ്ത മാസത്തിന്റെ ആ തൊട്ടു മുമ്പിലാ പടിവാതിക്കലാ ഉള്ളത് കടന്നു വരുന്നത് വിശുദ്ധമായ റബീഉൽ അവ്വല. ഒരുപാട് മജ്‌ലിസുകൾ സജീവമാകുന്ന ദിവസമാ, ഒരുപാട് മദ്ഹുകൾ സജീവമാകുന്ന മാസമാ, ഒരുപാട് ഹബീബായ പ്രവാചകന്റെ പ്രകമ്പനം, അതാ ഹബീബായ പ്രവാചകന്റെ പ്രകീർത്തനം കൊണ്ട് പ്രകമ്പനം കൊള്ളുന്ന വല്ലാത്ത പ്രളയത്തിന്റെ അലയൊലികൾ ഉണ്ടാകുന്ന മാസമാ കടന്നു വരുന്നത്. ഹബീബിനോട് മനസ്സുകൊണ്ട് മദീനയോട് അടുപ്പിക്കുന്ന മാസമാ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഇത് വിജ്ഞാനത്തിന്റെ സദസ്സാ സഹോദരങ്ങളെ. ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഉറച്ചൊന്ന് സ്വലാത്ത് ചെല്ലാനുള്ള ആവേശം കാണിക്കണം. സ്വലാത്ത്
സ്വലാത്ത് ചെല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സഹോദരങ്ങളെ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്ത പ്രവാചക പൊങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വമാനവതയുടെ വിമോചകനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ പ്രവാചകൻ ഒരുപാട് ത്യാഗത്തിന്റെ തീച്ചൂളയിൽ കഴിയുമ്പോ, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോ, പ്രകാശത്തെ സമൂഹത്തോട് പരിചയപ്പെടുത്തിയതിന്റെ പേരില്, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ ആ സത്യദീനിനെ പരിചയപ്പെടുത്തിയതിന്റെ പേരില് അവിടെയുണ്ടായിരുന്ന അക്രമങ്ങളും അവിടെയുണ്ടായിരുന്ന പ്രതിസന്ധിയും മക്കാ കുഫാറുകളിൽ നിൽക്കേണ്ടി വന്ന പ്രയാസങ്ങളോ, അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ, മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ സ്വന്തം ജനിച്ച നാടേ വിടയാ, സ്വന്തം ജനിച്ച നാടേ വിടയാ. അള്ളാന്റെ റസൂലിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ച സന്ദർഭമാ. പല പ്രയാസങ്ങൾ ഏറ്റിട്ടും അള്ളാന്റെ ഹബീബിന് വേദനയുണ്ടായിട്ടില്ല. ചന്തപ്പിള്ളാരെ കൊണ്ട് കല്ലെറിയിച്ചപ്പോഴും ഹബീബ് പുഞ്ചിരിച്ചതാ സഹോദരങ്ങളെ. കുടൽമാല ചീരളിഞ്ഞ കുടൽമാലകൾ ഹാരാർപ്പണം നടത്തിയപ്പോഴോ ആമിനാന്റെ മുത്തിന്റെ മുഖത്ത് പുഞ്ചിരിയാ സഹോദരങ്ങളെ. ഹബീബായ പ്രവാചകൻ കോപിച്ചില്ല. അത്രയും വലിയ പ്രയാസം കണ്ടപ്പോ ആലോകർ അതാ മലക്കുകൾ ഇറങ്ങി വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താ? അല്ലയോ പ്രവാചകരെ, അല്ലയോ പ്രവാചകരെ, ഈ കാണുന്ന എന്റെ രണ്ട് ചിറകിലുള്ള രണ്ട് പർവ്വതം കണ്ടോ? ആ പർവ്വതം ഇട്ടുകൊണ്ട് അങ്ങ് ആക്രമിക്കുന്ന സമൂഹത്തെയാ നശിപ്പിച്ചു കൊള്ളാമെന്ന് പറയുമ്പോ ഹബീബായ പ്രവാചകന്റെ മറുപടി അപ്പോഴും പുഞ്ചിരിയാ സഹോദരങ്ങള്. പുഞ്ചിരിച്ചുകൊണ്ടെന്താ പറഞ്ഞത്? ഇവരില്ലെങ്കിൽ ഇവരുടെ തലമുറയിൽ അങ്ങെങ്ങാണം ഏതൊക്കെ വിദൂര ഭാവിയിലെങ്കിലും ഒരാള് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് കടന്നു വന്ന, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് ദീനിലേക്ക് കടന്നു വന്ന, എന്നെ പ്രവാചകനായി അംഗീകരിച്ച, അതാണ് എനിക്ക് ഏറ്റവും തൃപ്തിയെന്ന് പറഞ്ഞു. അപ്പോഴും പുഞ്ചിരിച്ച പ്രവാചകൻ സ്വന്തം നാടിനോട് വിട പറയേണ്ടി വന്നപ്പോ, മക്കയോട് വിട പറയേണ്ടി വന്നപ്പോ, കളിച്ചു വളർന്ന നാടിനോട് വിട പറയേണ്ടി വന്നപ്പോ ഹബീബായ പ്രവാചകന്റെ ചെറുപാക്കപ്പെട്ട നയനങ്ങൾ ഏറണില്ലയോ? ഹബീബായ പ്രവാചകന്റെ മനസ്സ് നൊന്തില്ലയോ? മക്കയെ നോക്കിക്കൊണ്ട് കഅബാലയത്തെ നോക്കിക്കൊണ്ട് ഹബീബ് വേദനിച്ചില്ലയോ? എന്റെ മണ്ണേ വിടാ, മക്കയെ വിടാ, മക്കയെ വിടാ. അതുകൊണ്ട് ആർക്കാ സഹോദരങ്ങളെ സ്വന്തം പെരയും സ്വന്തം കൂരയോ അതേ താഴെ കീറപ്പായിലാ കിടക്കുന്നതെങ്കിലോ, ഏതൊക്കെ വിദൂരത്തെ കൊട്ടാരങ്ങളിൽ പറക്കാൻ അവസരം കിട്ടിയാലോ സന്തോഷത്തോടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചിട്ടാണെങ്കിലും റാഹത്തായിട്ട് അവിടെ കിടന്നുറങ്ങാൻ കിട്ടും അവസരമുണ്ടല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അമൂല്യമാ. അതുകൊണ്ട് ചിന്തിക്കണോ സഹോദരങ്ങളെ, ആ പ്രവാസിയുടെ ജീവിതം തുടങ്ങുമ്പോ അന്ന് രാത്രിയിൽ അവൻ ഉറക്കമില്ല. ഭാര്യ ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും, ഉമ്മയുപ്പയും ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും, മക്കളുണ്ടെങ്കിൽ അവരും ഉറങ്ങിയിട്ടുണ്ടാവും. അവൻ ഉറക്കമില്ല. കാരണം എല്ലാരെയും പറഞ്ഞു വിട്ടപ്പോ 12 മണി, ഇപ്പൊ 1:30. ഇനിയിപ്പോ 2 മണിക്കൂറല്ലേ ഉള്ളൂ. ഞാൻ എങ്ങനാ ഉറങ്ങുക? അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ പ്രഭാതത്തിനോട് അടുത്ത സമയം അവനും പുറപ്പെടാൻ പോകുമ്പോ ഉറക്കിൽ നിന്ന് പ്രാമപ്പെട്ട പ്രയാസി തന്റെ പാടപ്രേയസിയെ, തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ വിളിച്ചുണർത്തേണ്ട അവസ്ഥയാ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പോകാനുള്ള സമയമായി എഴുന്നേക്കുമോ? എനിക്ക് പോകാനുള്ള സമയമായി എഴുന്നേക്കുമോ? പാവപ്പെട്ട പ്രയാസങ്ങളേറുന്ന പ്രവാസി തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ തൊട്ടുണർത്തുകയാ. അതാ കണ്ണു ചെമ്മിക്കൊണ്ട് വളരുന്നേക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡ്രസ് ഇടാൻ വേണ്ടി പോവുകയാ, ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ വീടുണർന്നു കഴിയുകയാ. സുബഹിക്ക് മുമ്പ് തന്നെ വീട്ടിലെ വിളക്ക് വീടുകയാ. വല്ലാത്ത ഒരു മരണ വീട് പോലെ വീടാകാൻ പോവുകയാ സഹോദരങ്ങളെ.
ഒന്നാലോചിക്കണം. ഓരോ പ്രവാസിയും കടന്നു പോകുമ്പോ ഞാൻ ഈ പറയുന്നത് വലിയ സാമ്രാജ്യങ്ങൾ ഗൾഫ് നാടിലുള്ള ആളുകളെ കുറിച്ചല്ല, വലിയ അധികാരമുള്ള ആളുകളെ കുറിച്ചല്ല, മാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അല്ലാഹു അവസരം കൊടുത്തവരെ കുറിച്ചല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ അകലെയാ. ഞാൻ പറയുന്നത് വല്ലാതെ പ്രയാസപ്പെട്ട് കടക്കാടവും പണയപ്പെടുത്തി വിസയ്ക്കുള്ള പൈസയും കടം വാങ്ങി പോകുമ്പോ എല്ലാ കടം വാങ്ങി പോകുന്ന പ്രയാസങ്ങളുടെ ദുരന്ത കഥകൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് താങ്ങാൻ പറ്റാതെ പ്രയാസവും സഹിച്ചുകൊണ്ട് പോകുന്ന പ്രവാസിയുടെ കാര്യമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൊന്നുമോളെ, നീ അറിയണേ, ആ ഭർത്താവിനെ വന്ദിക്കാൻ നിനക്ക് മനസ്സ് വരുന്നെങ്കിൽ ഇന്നത്തെ രാത്രിയോടുകൂടി പൊന്നുമോളെ ഒരു തീരുമാനമെടുക്കണേ. ആ പ്രവാസിയുടെ പ്രയാസങ്ങൾ പലപ്പോഴും നീ കേട്ടിട്ടുണ്ടാവും. ഒന്ന് ഗൗരവത്തോടെ ചിന്തിക്കുക, ഒന്ന് ഗൗരവത്തോടെ ആലോചിക്കുക. ആ പ്രിയപ്പെട്ട സഹോദരനതാ ഉടുത്തൊരുങ്ങുകയാ, സോട്ടും കൂട്ടും എല്ലാം റെഡിയായി, കുട്ടപ്പനായി. പുതിയാപ്പിളായിരുന്നപ്പോ ഒരുങ്ങിയതുപോലെ ഒരു ഒരുക്കം കൂടാ. ഈ ഡ്രസ്സ് അങ്ങോട്ട് ചെന്നാൽ അഴിച്ചു വെക്കുക, അതും കൂടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരി. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് റാഹത്തായിട്ട് ഒരുങ്ങി, ഇതുപോലെ അങ്ങ് അവിടെ പോയി നല്ല കോമളനായിട്ട് ഇരിക്കുമില്ല. അവിടെ പ്ലേറ്റ് ഇറങ്ങി റൂമിൽ ചെന്നാൽ അത് അഴിച്ചു വെക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള യൂണിഫോം അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ അതെപ്പോഴാ എടുക്കുന്നത്? ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഇതേപോലെ പ്രയാസങ്ങൾ പേറിയിട്ടൊരൽപ്പം ആശ്വാസത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകുമ്പോഴാണ് അന്നിട്ട് ആ ഡ്രസ്സ് ഒന്നും കൂടെ ഇടുന്നത്. ഡ്രസ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല, ആ ഭാഗത്തേക്ക് വരുന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആ സഹോദരന്റെ പരിസരത്ത് ബന്ധുക്കാരുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഒന്നാലോചിക്കണേ സഹോദരങ്ങള്, ഓരോ ആളുകളുടെ മുഖത്തും അതാ വിഷാദമുണ്ട്, വിരഹദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ഓരോ ആളുകളോട് കരന്ന് കണ്ണീര് കൊണ്ട് സലാം പറന്നു പോകുമ്പോ, ഉമ്മയോട് പറന്നുകൊണ്ട് പോകുമ്പോ, ഉപ്പയോട് സലാം പറയുമ്പോ, മക്കളെ ചുംബിച്ചുകൊണ്ട് ഉപ്പ പോയി വരട്ടെ പൊന്നുമോള്, ഉപ്പ പോയി വരട്ടെ പൊന്നുമോള്, നിങ്ങൾ നല്ലതുപോലെ പഠിക്കണേ പൊന്നുമോനെ, കുരുത്തക്കേടൊന്നുമില്ലാതെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ നല്ലതുപോലെ നിൽക്കണേ പൊന്നുമോന്, രാവിലെ എഴുന്നേറ്റ് ഉമ്മയെ പ്രയാസപ്പെടുത്താതെ മദ്രസയിൽ പോണേ പൊന്നുമോന്, സ്കൂളിൽ കൃത്യമായി പോണേ പൊന്നുമോന്. ഈ ഉപ്പയുടെ ഒറ്റത്തടിയായിരുന്നെങ്കിൽ ഒന്നാലോചിക്കണേ സഹോദരങ്ങള്. ഓരോ പ്രവാസിക്കും പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാനുള്ള വർത്തമാനമാ എന്റെ പ്രിയപ്പെട്ട മുന്നിൽ നിന്ന് സാഗോദരനെ ശ്രമിക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത്. ഓരോ പ്രിയപ്പെട്ടവരോടും അവർ പങ്കുവെക്കുന്ന വർത്താനമാ. ആ സഹോദരൻ കടന്നുകൊണ്ട് പറയുകയാ, പൊന്നുമോനെ, 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 ഞാൻ ഒറ്റത്തടിയായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ വിട്ടുപോകണ്ട, എനിക്ക് ഈ നാട് വിട്ടുപോകേണ്ട, എനിക്ക് ഈ വീട് വിട്ടുപോകേണ്ട. പ്രയാസങ്ങളിലേക്കാ ചെല്ലുന്നത് എനിക്കറിയാ, ദുരിതങ്ങളിലേക്കാ ചെല്ലുന്നത് എനിക്കറിയാ. പക്ഷേ എന്റെ ഒരു തടി മാത്രം കഴിയാനാണെങ്കിൽ 1000 അവസരങ്ങള് കേരളത്തിലുണ്ട്, നമ്മുടെ പരിസരത്തുണ്ട്. എന്റെ ഒരു തടി കിടന്നു പോകാനുള്ള കാര്യങ്ങൾ ചുറ്റുപാടിലുണ്ട്. പക്ഷേ മക്കളെ, നിങ്ങൾ നന്നാവാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്, നിങ്ങൾ പഠിച്ചുയരാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയോ അതുപോലെ തന്നെ എന്റെ വല്യമ്മയോ, നമ്മുടെ വല്യമ്മയും വല്യപ്പയോ, ഈ കുടുംബം സന്തോഷമാകാനാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് നിസ്കരിച്ചിട്ട് പൊന്നുമോനെ, ഈ ഉപ്പാന് ദ്വാരക്കണേ മോനെ, പൊന്നുമോളെ, ഈ ഉപ്പാന് ദ്വാരക്കണേ മോളെ. അവസാനമായി തന്റെ ബെഡ്റൂമിലേക്ക് കടന്നു നിൽക്കുമ്പോ, അവിടേക്ക് അവസാനമായി യാത്രയ്ക്ക് വേണ്ടി ഭാര്യ കടന്നു വരുമ്പോ, തന്റെ മനസ്സിന്റെ ഒരുപാട് സ്വപ്നങ്ങൾ പൂവണിച്ചു തന്ന തന്റെ പ്രിയപ്പെട്ട മനസ്സിന്റെ രാജാത്തിയാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് അതാ ഒരു ചുടുചുംബനം കൊടുക്കുമ്പോ, കണ്ണീരിൽ ചാലിച്ച് വിട പറയുമ്പോ വാക്കുകൾ വരൂല സഹോദരങ്ങളെ, വാക്കുകൾ വരൂല്ല. അവിടെ മൗനം കൊണ്ട് വർത്തമാനം പറഞ്ഞ അവസാനത്തെ വിട പറഞ്ഞ പ്രാണപ്രയസയോട് സലാം പറഞ്ഞുകൊണ്ടിറങ്ങുമ്പോ, പുറത്തേക്ക് പടിയിറങ്ങി നിൽക്കുമ്പോ അവിടെ 2-3 പേര് നിൽക്കുകയാ. ആ
ആരാണെന്നറിയുവോ? അദ്ദേഹത്തിന്റെ കുടുംബക്കാരല്ല, കടം വാങ്ങിയ ആളുകളാ. അവരെന്താ പറയുന്നത്? ശ്രദ്ധിക്കടേ, ഞങ്ങളുടെ കാര്യം മറന്നു പോകല്ലേ. വളരെ അഡ്ജസ്റ്റ്മെന്റ് ആക്കി തന്ന പണവാ, അത് കൃത്യമായിട്ട് അയച്ചു തരണേ. ഒന്നാലോചിക്കണേ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പോകുന്ന പ്രവാസിയുടെ പ്രയാസങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. വാഹനത്തിൽ കയറിയിരുന്നാലോ വണ്ടിയൊന്നും അറിയൂല. ഞാന് അടുത്ത സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് നോക്കുമ്പോ ഒരു സഹോദരൻ, പള്ളിയോട് ചേർന്ന എന്റെ വീടുള്ളത്, ഒരു പാവപ്പെട്ട സഹോദരൻ. ആ സഹോദരൻ ഗൾഫിലേക്ക് പോവാ. ഞാൻ നോക്കുമ്പോ നല്ല ധൈര്യമുള്ള ആളിനെ കുറിച്ച് എനിക്കറിയാം, അത്യാവശ്യം തന്റെ ഇടവും നെഞ്ചൂക്കുള്ള ആളാ. പക്ഷെ അദ്ദേഹം നോക്കുമ്പോ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. കൂടെ നിന്ന സഹോദരൻ ഒരു ഇൻഹൈലർ എടുത്ത് കൈ കൊടുക്കും. അതാരാ ഉപയോഗിക്കുന്നത്? ആസ്മാ രോഗികൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഹൈലർ. ഒന്ന് ശ്വസിച്ചിട്ട് ശ്വസനം റെഡിയാക്കാൻ, ശ്വാസം മുട്ട് മാറ്റാൻ വേണ്ടി അവരുടെ നാസാരന്ധ്രത്തിലേക്ക്, വായിലേക്ക് പ്രസ് ചെയ്യുന്ന, വായിലേക്ക് അവരുടെ വായുവിലേക്ക് കലർത്തിയിട്ട് പ്രസ് ചെയ്യുന്ന ആ ഇൻഹൈലർ എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അടുത്ത നാളിനോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ വിഷയം, എന്തു പറ്റി ഇൻഹൈലർ കൊടുക്കുന്നു? ശ്വാസമുട്ടാണോ, പ്രയാസമുണ്ടോ, രോഗമുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാ, സഹോദരങ്ങളെ, ഇദ്ദേഹം ആസ്മാരോഗിയല്ല, ആസ്മാരോഗത്തിന്റെ കംപ്ലൈന്റ് ഉള്ള ആളല്ല. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ, ഉടയവരെ, മക്കളെ, ഭാര്യയെ, ഉമ്മയെ, ഉപ്പയെ, വിലപ്പെട്ടവരെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുമ്പോ, പ്രത്യേകിച്ചൊരു കുഞ്ഞുമോളുണ്ട് ഉസ്താദ്. ഉപ്പാന്റെ ചിത്രം കാണാതെ ഉറങ്ങൂല, ഉപ്പാന്റെ സംസാരം കേൾക്കാതെ ഭക്ഷണം കഴിക്കൂല, ഉപ്പാനോട് സംസാരിക്കാതെ ഒറ്റ ദിവസവും ഇല്ല. ആ കുഞ്ഞുമോളെ വിട്ടുപിരിഞ്ഞു പോകുന്നതിന്റെ പ്രയാസവാ. കരയാൻ തുടങ്ങും, ആദ്യം പ്രയാസപ്പെടാൻ തുടങ്ങും. അങ്ങനെ കരന്ന് അവസാനം ശ്വാസം മുട്ടുമ്പോൾ ഈ സാധനം ഉപയോഗിക്കും. അത് ഗൾഫിൽ ചെന്നാലും ഒരു 3-4 ദിവസം അങ്ങനെ ഉണ്ടാവും. അവിടുത്തെ അന്തരീക്ഷത്തോട് ഇടകിച്ചേരുന്നത് വരെ ആ പ്രയാസം മനസ്സിൽ തളം കെട്ടിക്കിടക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇത് പറഞ്ഞുകൊണ്ട് ആ സഹോദരന്റെ കൂടെ നിന്ന സഹോദരൻ എന്നോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അറിയണേ, ഇത്രയല്ലേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ കാര്യം. ഞാനും ഒരു പ്രവാസിയാ. എന്റെ അവസ്ഥ എന്തെന്നറിയുമോ? എയർപോർട്ടിലേക്ക് ആളുകൾ എന്നെ കൊണ്ടുപോകുമ്പോ ആ വാഹനത്തിൽ ഇരിക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പടച്ചവനെ, ഈ വണ്ടിയൊന്ന് ആക്സിഡന്റ് പറ്റിയെങ്കിൽ, ഈ വണ്ടിയൊന്ന് ഇടിച്ചെങ്കിൽ, ഈ വാഹനം എവിടെങ്കിലും ഒന്ന് തട്ടിയെങ്കിൽ, ഈ വാഹനം ഒന്ന് കൂട്ടിമുട്ടിയെങ്കിൽ, എനിക്ക് അത്രയും ദിവസം കൂടി ഹോസ്പിറ്റൽ നാട്ടിൽ കിടക്കാമല്ലോ, എനിക്ക് അത്രയും ദിവസം കൂടി ഈ നാട്ടിൽ കഴിയാമല്ലോ. ഒന്ന് സഹോദരങ്ങളെ, ഉമ്മമാരെ, പെങ്ങളെ ആലോചിക്കണേ. അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഗൾഫിനോട് ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല, ആ നാടിനോട് പ്രത്യേകമായ പ്രതിബദ്ധത ഉണ്ടായത് കൊണ്ടല്ല, നിങ്ങളെ ഓർത്തുകൊണ്ടാ. നിങ്ങളുടെ കൂരമ്പിനേക്കാൾ അഗാധമായ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകളുണ്ടല്ലോ, എന്തെങ്കിലും കുറവ് വന്നാൽ ചോദ്യം ചെയ്യലുകളുണ്ടല്ലോ. അതിനെ ഭയപ്പെട്ടുകൊണ്ട് അഭിമാനത്തെ സംരക്ഷിക്കാൻ, കുടുംബത്തിനെ പോറ്റാൻ പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട പ്രവാസിയുടെ ദുരിതങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ. അങ്ങനെ എയർപോർട്ടിൽ സത്യം പറഞ്ഞാൽ ചെന്നാല് ഒരു പരലോകത്തെ ചിന്തിക്കാനുള്ള വകുപ്പ് അവിടെയുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പരലോകത്തെ ചിന്തിക്കാനുള്ള ഒരു വകുപ്പ് ഇനിയെങ്കിലും പോകുമ്പോ ഒന്ന് മനസ്സിലായിക്കൊണ്ട് അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ ആമീൻ? പൂച്ച കൊണ്ടുപോയി. ആമീൻ അജയരെ, ആമീൻ പൂച്ച കൊണ്ടുപോയി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുറച്ചാമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തായി പരലോകത്തെ ചിന്തിക്കാനുള്ള വകുപ്പ്? എയർപോർട്ടിന്റെ മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഭാഗത്ത് 2 ടെർമിനൽ ഉണ്ടാവും. ഏത് എയർപോർട്ടിലും 2 ടെർമിനൽ ഉണ്ടാവും, 2 കവാടം ഉണ്ടാവും.
ആ രണ്ട് കവാടത്തിന്റെ അടുത്തും രണ്ട് ടീം ഉണ്ടാവും അല്ലേ? രണ്ട് ടീം ഉണ്ടാവും. ഏകദേശ സമയങ്ങളിലും രണ്ട് കവാടത്തിന്റെ അപ്പുറോ ഇപ്പുറോ രണ്ട് ടീം ഉണ്ടാവും. അതിൽ ഒരു ടീമിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മരണ വീട്ടിൽ വന്ന ആളുകളെ പോലെ, എന്തോ കളഞ്ഞു പോയതുപോലെ, എന്തോ പ്രഹരമേറ്റതുപോലെ, താങ്ങാൻ പറ്റാത്ത എന്തോ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയതുപോലെ, വല്ലാതെ വിരഹത്തിന്റെ വിലാപത്തിന്റെ വേദനയുടെ കണ്ണുനീരിന്റെ പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ വേലിയേറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ബാലവൃദ്ധം ജനങ്ങളെയും കാണാ. അവിടെ ചിരിയില്ല സഹോദരാ, അവിടെ തമാശയില്ല സഹോദര, എല്ലാ മുഖത്തും വിഷാദവാ സഹോദരങ്ങള്, എല്ലാ മുഖത്തും പ്രയാസവാ സഹോദരങ്ങളെ. കാരണം എന്താണെന്നറിയുവോ? അതാ ചെറിയ മക്കളെ നോക്കുമ്പോ ഉപ്പ പെട്ടിയും പിടിച്ചു കൊണ്ടുപോയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് കഥ പറഞ്ഞു തന്ന ഉപ്പ, എനിക്ക് ഭക്ഷണം പലപ്പോഴും സ്നേഹം കൊണ്ട് വാരി തന്ന ഉപ്പ, എന്നെ പലപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോയ ഉപ്പ, എനിക്ക് വേണ്ടതല്ല വാങ്ങി തന്ന ഉപ്പ. ആ ഉപ്പയല്ലയോ കടന്നു പോകുന്നത്? അതാ ഓരോ ആളുകളും ചിന്തിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയാകുന്ന സഹധർമ്മിണിയാകുന്ന ഭാര്യ എന്താ ചിന്തിക്കുന്നത്? എന്റെ മനസ്സിന്റെ രാജകുമാരനല്ലയോ? ഓരോ രാവുകളും പകലാക്കി തന്ന പ്രിയപ്പെട്ടവനല്ലയോ ആ കടന്നു പോകുന്നത്? എപ്പോഴാ ഇനി മനസ്സിന്റെ പൂവണിയാർ, മനസ്സിന്റെ ആഗ്രഹങ്ങൾ പൂവണിയാ. എന്റെ പ്രിയപ്പെട്ട മണവാളൻ എപ്പോഴാ വരുന്നതെന്ന് വിരഹത്തോടെ നിൽക്കുന്ന ഭാര്യയുടെ മുഖോ, എന്റെ പൊന്നുമോൻ പോവുകയാ, എന്റെ പൊന്നുമോൻ പോവുകയാ. അതാ ഉപ്പയും ഉമ്മയും വിഷാദത്തോടെ നിൽക്കുമ്പോ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ടെർമിനല് കാണാ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖങ്ങൾ. അവിടെ സന്തോഷമില്ലാത്തൊരു മുഖവുമില്ല, അവിടെ ചിരിക്കാത്ത ആരുമില്ല. കുട്ടികൾ ഓടിക്കളിക്കുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു, തെള്ളുകോടുന്നു, അടികോടുന്നു, പലതരം തമാശകൾ പറയുന്നു. ഓരോ ആളുകൾ കടന്നു വരുമ്പോ അവര് തിക്കും തിരക്കും കൂട്ടി കൈ ചൂണ്ടി കാണിക്കുന്നു. എന്താ കാരണമെന്നറിയുമോ? താങ്ങാനാകാത്ത പ്രയാസങ്ങൾക്കൊന്ന് തിരശീല വീണുകൊണ്ടോ എന്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ കാത്തു നിൽക്കുന്ന ആള് ഇതാ പെട്ടിയും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പരലോകത്തുള്ള രണ്ട് ഘട്ടം അല്ലേ? ഒരു ടീമിന് അവർ ചെയ്ത നന്മക്കനുസരിച്ച് പ്രതിഫലം, മറ്റേ ടീമിന് അവർ തിന്മക്കനുസരിച്ച് ശിക്ഷ എന്ന് പറഞ്ഞതുപോലെ രണ്ട് ഘട്ടത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരേ ഭാഗങ്ങൾ ദുനിയാവിൽ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു അപൂർവ ഘട്ടമാണ് ഈ എയർപോർട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സഹോദരൻ സമാധാനമുണ്ടോ? ഏത് കാട്ടാളനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര വലിയ ഹൃദയം കടുത്തുപോയ ആളാണെങ്കിലും അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് തിരിഞ്ഞു നോക്കുമ്പോ, പെട്ടിയുമായി കടന്നു പോകുമ്പോ അവസാനമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോട്ടമില്ലാത്ത ആരുമുണ്ടാവൂല. ആ തിരിഞ്ഞു നോക്കിയിട്ട് മുഖമിഞ്ഞു തിരിക്കുമ്പോ നിറയാത്ത കണ്ണുകളില്ല ഉമ്മ, നിറന്നൊഴുകാത്ത കണ്ടടങ്ങളില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അവർ കരഞ്ഞുകൊണ്ട് കൈലേസ് കൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ടാ അവരാ എയർ കണ്ടീഷണർ റൂമിലേക്ക് കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിരഹത്തിന്റെ വിഷമത്തിന്റെ ദുഃഖം അത് പറയാന് പറ്റൂല. അങ്ങനെ കടന്നുപോയി ഫ്ലൈറ്റിന്റെ ടൈം എടുക്കുമ്പോ എന്റെ നാട്ടിൽ നിന്നും ഇതാ പറന്നുയരുകയാ. ആ ഫ്ലൈറ്റ് അതാ എത്തി. ഫ്ലൈറ്റിലേക്ക് അവൻ കയറിയിരിക്കുമ്പോഴും വിഷമം മാറിയിട്ടില്ല. ജീവിതത്തിന്റെ അഭിലാഷമായിരുന്നു ഫ്ലൈറ്റിലൊന്ന് കയറണം. പക്ഷേ ആ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോഴും കുടുംബക്കാരുടെ ചിന്തയാ, പൊന്നുമക്കളുടെ സംസാരത്തിന്റെ കലപിലാ ശബ്ദമാ, പെങ്ങളെ നിന്റെ ചിൽക്കാര ശബ്ദമാ, ഉമ്മ നിങ്ങളുടെ നല്ല വർത്തമാനമാ, ഉമ്മ ഉപ്പാ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മകൻ സംസാരിച്ച സംസാരങ്ങളാ പരിസരത്ത് ഇങ്ങനെ അകമ്പടിയായി വരുന്നത്. ഒന്നോർക്കണേ. ആ ഫ്ലൈറ്റിലിരിക്കുമ്പോ, ആ ഫ്ലൈറ്റിൽ അങ്ങനെ പറന്നു പോകുമ്പോ അതാ പച്ചപ്പ് കാണുമ്പോ പിന്നെയും രണ്ടു തുള്ളി കണ്ണുനീര്. എന്റെ കുടുംബക്കാരെ നിങ്ങളോട് വിടാ. കാരണം ഞാൻ പോകുന്നത് പ്രവാസത്തിലേക്കാ. സുഖിക്കാനല്ല, നിങ്ങൾക്ക് സന്തോഷിക്കാൻ
സന്തോഷിക്കാല. എന്റെ സന്തോഷങ്ങൾ ഒരു മെഴുകുതിരി പോലെ ആ പ്രയാസങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രവാസിയെ ഉപമിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം മെഴുകുതിരിയാ. ഒരു പ്രവാസിയെ ദുനിയാവിൽ ഉപമിക്കാൻ പറ്റുമെങ്കിൽ പല കവികളും കഥാകൃത്തുകളോ പല ചരിത്രകാരന്മാരും പല സാഹിത്യകാരന്മാരോ മെഴുകുതിരിയെ പെരുമാറിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, ആവിഷ്കവൽക്കരിച്ചിട്ടുണ്ടോ, പല രൂപത്തിലും അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സദസ്യരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, ഒരു മെഴുകുതിരിയെ ഉപമിക്കാൻ പറ്റുന്നത്, ഏറ്റവും സൂട്ടാകുന്നത്, യോജിക്കുന്നത് ഒരു പാവപ്പെട്ട പ്രവാസിയോടാ. കാരണം അവന്റെ യുവത്വമേ, അവന്റെ ഊർജ്ജസ്വലതയുള്ള സമയമേ, അവന്റെ കരുത്തുറ്റ സമയമേ, അവന് രോഗങ്ങളില്ലാത്ത സമയമേ, അവന് കുടുംബത്തിന്റെ പരിസരത്തുകൂടി സന്തോഷിച്ച് ജീവിക്കാനുള്ള സമയമേ, ആ സമയമാണ് മെഴുകുതിരി ഉരുകുന്നത് പോലെ അതാ കണ്ണെത്താ ദൂരത്ത് കടലിലക്കര പ്രയാസങ്ങളുടെ നടുവിൽ ചെലവഴിച്ചുകൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കാനല്ലയോ, നിന്റെ മക്കളെ ഊട്ടിക്കാനല്ലയോ, പ്രിയപ്പെട്ട കുടുംബമേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലയോ, കടമയും കടപ്പാടും പറഞ്ഞാ തീരാത്തതാ പെങ്ങളെ. കാരണം ഫ്ലൈറ്റാ പെട്ടെന്ന് കിട്ടും, ഒരുപാട് നേരം ഒന്നും അതിനകത്തിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല ആസ്ട്രേലിയയിലോ നമ്മുടെ ആരിസിനടുത്ത് ചോദിച്ചറിയാം, ചൈനയിലൊക്കെ പോയ ഏതാണ്ട് ഒരു 10-12 മണിക്കൂർ വലിമോളി വരും, സിംഗപ്പൂരിലൊക്കെ ഇറങ്ങിപ്പോകും. സാധാരണ UAE-യിലും സൗദിയിലും ഒമാന്, ഖത്തർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ 2-3 മണിക്കൂർ, ഏറിയ 3-3.5 മണിക്കൂർ, അതിനപ്പുറം പോകാൻ സാധ്യത കുറവാണ്. ഒരു 4000 കിലോമീറ്ററിന് അപ്പുറത്തേക്കില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് ഫ്ലൈറ്റ് ഇരിക്കാൻ പറ്റൂല. നമ്മുടെ സ്ഥലമായി എന്ന് പറയുന്നത് നല്ലത്. അള്ളാഹു പാവപ്പെട്ട പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. കാരണം ഏറ്റവും കൂടുതൽ ദ്വാരക്കാൻ വേണ്ടിയിട്ട് വരുന്നത് നെറ്റ് കോളുകൾ എന്ന് പറഞ്ഞാൽ, നെറ്റ് കോൾ എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് വരുന്ന കോളുകളാ ദ്വാരക്കാൻ വേണ്ടി വരുന്നത്. നാട്ടിൽ പോലും അത്രയും കോളുകൾ വന്ന് ഇന്ന കാര്യമുണ്ട്, ഏതെങ്കിലും രോഗം, ആക്സിഡന്റോ, ബുദ്ധിമുട്ടോ, പ്രയാസോ അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് പറയാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ദ്വാരക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ചു പറയുന്നത് പ്രവാസികളായ സഹോദരങ്ങളാണ്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലേ, അവർക്ക് നമ്മളോടൊപ്പം നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ പ്രയാസങ്ങൾ അവരെ കൊണ്ടുപോവുകയാ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ പോവുകയാ. അവിടെ ചെന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ടതുപോലെ 2-3 ദിവസത്തേക്ക് അവന്റെ മനസ്സ് വല്ലാതെ മനസ്സംഘർഷമാണ്. കാരണം 1 മാസം 2 മാസം ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് പോയതാ. ഇത് മാറണമെങ്കിൽ കുറച്ചു നാൾ പിടിക്കും. ഒരു മരുന്ന് ഉപയോഗിച്ചാലും അത് മാറൂല. അത് മാറ്റാൻ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല, അത് മാറ്റാൻ ഒരു ഔഷധവും കണ്ടുപിടിച്ചിട്ടില്ല. അവൻ സ്വമേധയാ അതിനെ, ആ വിഷമത്തെ, ഭാരത്തെ അറിഞ്ഞോ അറിയാതെയോ താഴ്ത്തിറക്കി വെക്കുന്ന സഹോദരൻ. ആലോചിച്ച് നോക്കിയേ, 18 മണിക്കൂർ പണിയെടുക്കുന്ന സഹോദരൻ. നമ്മുടെ നാട്ടിൽ അത് വലിയ കൊലക്കുറ്റ സമാനമായ കുറ്റം. ഒരാളെ അങ്ങനെ അത്ര അങ്ങനെ കയറ്റി പറഞ്ഞാൽ അതിന്റെ ത്യാഗം മനസ്സിലാക്കാൻ വേണ്ടിയാ. നമുക്കിവിടെ കറക്റ്റ് ടൈമുണ്ട്. ഗവൺമെന്റ് തലത്തിൽ സമയമുണ്ട്, സ്കൂൾ തലത്തിൽ സമയമുണ്ട്, എവിടെയായിരുന്നാലും സമയമുണ്ട്. അവിടുത്തതോ അത് അവരുടെ അറബികൾ തോന്നുന്ന സമയം. അവിടെ അവരവരുടെ അറബികൾക്ക് തോന്നുന്ന സമയം. ഞാൻ ആലോചിച്ചു പോവുക, പല സഹോദരങ്ങളും പറയുക 2 മണിക്കൂറാ ഉറങ്ങാൻ പറ്റുന്നത്. 2 മണിക്കൂർ ഉറങ്ങാന്നൊക്കെ പറയാം. നമ്മൾ വിചാരിക്കും ഏതോ കഥയിലെ വരികളാണ്. കഥയൊക്കെ വായിക്കണം. ഏത് കഥ? ഞാൻ ഓർത്ത് നിങ്ങളോട് ഞാനൊരു കഥ വായിക്കാൻ പറയുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ബെന്യാമീന്റെ പത്തനംതിട്ട ജില്ലക്കാരനായ ബെന്യാമീൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആടുജീവിതമൊന്ന് വായിക്കണേ പെങ്ങളെ. ഞാൻ ഇന്ന് വരെയും വേദിയിൽ ഒരു സാഹിത്യം വായിക്കണമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു സാഹിത്യത്തെ പരിചയപ്പെടണമെന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു മാസികയും പരിചയപ്പെടണമെന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ബെന്യാമീന്റെ ആടുജീവിതമൊന്ന് വായിക്കണേ. ഞാനൊരു ബുക്ക് സ്റ്റാളിന്റെയും പ്രചരണത്തിന് വന്ന ആളല്ല, ബെന്യാമീനുമായിട്ട് ഇന്ന് വരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം രൂപപ്പെടുത്തിയ ആടുജീവിതം എന്ന മലയാള സാഹിത്യ അവാർഡിന് അർഹതായിട്ടുള്ള ആ കഥയൊന്ന് വായിക്കണേ പെങ്ങളെ. പാവപ്പെട്ട വിദേശത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ടവരുടെ പ്രയാസ പ്രകമ്പനങ്ങളുടെ അമ്പരാളങ്ങൾ പരിചയപ്പെടുത്തി
എപ്പോഴാ പെങ്ങളെ ആ വരിക്ക് ശക്തിയുണ്ട് എന്നോ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടന്നു പോവുകയാ. 18 മണിക്കൂർ പണിയെടുക്കുന്ന പ്രവാസിയുണ്ടല്ലോ. പ്രയാസങ്ങളാ പറയാനുള്ളത്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്കറിയോ ഉസ്താദേ, കയ്യിൽ പൈസ ഉണ്ടായിട്ടുണ്ട്, ദിർഹംസ് ഇരിപ്പുണ്ട്, റിയാൽ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ആരോടും അത് പറഞ്ഞിട്ടില്ല. എന്റെ കുടുംബത്തിനോട് പറയാൻ പറ്റൂല, എന്റെ പ്രിയതമയോട് പറയാൻ പറ്റൂല, എന്റെ മക്കളോട് പറയാൻ പറ്റൂല. കയ്യിൽ പൈസയുണ്ട്, പക്ഷേ വിശപ്പിന്റെ കാഠിന്യവും പ്രയാസവും അതാ ഒരൽപസമയം പോലും മറന്നിക്കാൻ പറ്റാത്തത് കൊണ്ട് വേണ്ടതുപോലെ ബാത്റൂമിൽ പോകും പോലും സമയം കിട്ടാത്ത സഹോദരങ്ങളുണ്ട്. മറന്നു പോകണ്ട, ഇതൊരു തമാശയല്ലോ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാ. പെങ്ങള് എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചവസാനം വലിയ വലിയ മാരക രോഗങ്ങളും കൊണ്ട് കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോ അവരൊരു സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് സ്വാന്തനപ്പെടുത്താൻ നിന്റെ കുടുംബത്തിലാരാ? പിന്നെയും പരാതിയല്ലയോ? പിന്നെയും നിന്റെ കല്യാണത്തിന് കൊടുക്കാനുള്ള കാശിന്റെ കണക്കല്ലയോ? പിന്നെയും അതാ പ്രവാസ ബലിയുടെ അതാ വീടിന്റെ ഉദ്ഘാടന ചടങ്ങിന് കൊടുക്കാനുള്ള പൈസയുടെ കണക്കല്ലയോ? അപ്പുറത്തെ വീടിന്റെ നിലവാരമല്ലയോ? ഇപ്പുറത്തെ ഗാർഡന്റെ നിലവാരമല്ലയോ? അപ്പുറത്തെ വീട്ടിലാള് വാഹനമെടുത്തു, നമുക്കൊരു മോട്ടോർ സൈക്കിൾ പോലുമില്ലല്ലോ. ഇങ്ങനെ നൂറായിരം വിഷയങ്ങൾ പറഞ്ഞ് പ്രവാസം പേറി വരുന്ന പ്രയാസിയെ ബുദ്ധിമുട്ടിക്കുമ്പോ അറിയണേ പൊന്നുമോളെ, ആ സഹോദരൻ വിദേശ നാട്ടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ തീച്ചൂളയൊന്നറിയണേ. ഞാന് തിരൂര് ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ കുറെ നാളായി, കാസർഗോഡ് ഏതോ ഭാഗത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ തൊട്ടടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്റെ അപ്പുറത്തിരിക്കുന്ന ആളാണ്. ഞങ്ങൾ ശ്രദ്ധിച്ചു, അദ്ദേഹം സംസാരിക്കും. എന്തോ മുഖത്തൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്. നല്ല അത്യാവശ്യം ഗ്ലാമറുള്ള ചെറുപ്പക്കാരൻ, ഒരു ചെറിയ ഷേപ്പ് വ്യത്യാസമുണ്ട്. അത് ചോദിച്ചു ഇയാൾ അടുത്തിരിക്കുന്ന ആൾ. അയാളോട് മറുപടി പറഞ്ഞു, ഇതാ വിഷയം. എത്രയോ വർഷം ഗൾഫിൽ പണിയെടുത്ത ആളാണ്. ആ ഗൾഫിൽ പണിയെടുത്ത് കൃത്യമായി മാസം തോറും പണം ഞാൻ എന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. വീട്ടിലേക്ക് സാധാരണ ആളുകൾ അയച്ചു കൊടുക്കാറുള്ളത് പോലെ അല്ല. ഞാൻ ഇങ്ങനെ ഭാര്യയുടെ കയ്യിൽ ഇത്ര കൊടുക്കണം, ഉമ്മാടെ കയ്യിൽ ഇത്ര കൊടുക്കണം, ഉപ്പാന്റെ കയ്യിൽ ഇത്ര കൊടുക്കണം, അനുജന്റെ കയ്യിൽ ഇത്ര രൂപ കൊടുക്കണം, ജ്യേഷ്ഠന്റെ കയ്യിലും കൊടുക്കണം ഒരു ചെറിയ തുക, പിന്നെ വല്യമ്മയുണ്ട് അവർക്കും കൊടുക്കണം, വല്യപ്പുണ്ട്. ഇങ്ങനെ ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം മാസം തോറും എന്റെ പടിയുണ്ട് ഉസ്താദെ. അങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആ ചർച്ചയിൽ കൂടിയപ്പോ അങ്ങനെ പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പറ്റി? അതാ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട്, ഗൾഫിൽ വെച്ച് ആക്സിഡന്റ് പറ്റിയിട്ട് ആ സഹോദരന് പണിയെടുക്കാതെ ദിവസങ്ങളോളം ഗൾഫിലുള്ള ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവിടെയുള്ള ട്രീറ്റ് മതിയാകാത്തത് കൊണ്ട് കേരളത്തിലേക്ക് കടന്നു പോകണം. നിങ്ങളുടെ നാട്ടിൽ പോയി സ്വന്തമായിട്ടൊരു ചികിത്സ ആവശ്യമാണെന്ന് പറയുമ്പോ കയറി വന്ന് പറയുകയാണ്, അദ്ദേഹത്തിന്റെ തലച്ചോറിന് കംപ്ലൈന്റ് ആയിട്ടുണ്ട്, ഇനി ഭാരമുള്ള പണിയൊന്നും ചെയ്തുകൂടാ, പ്രയാസമുള്ള പണികളൊന്നും ചെയ്തുകൂടാ. അദ്ദേഹത്തിന്റെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ പിരുകമതാ തുടിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്തൊരു വിഷമവിഷാദത്തിന്റെ ഭാവം തുടിക്കുന്നത് കണ്ടു. അദ്ദേഹം പറയുകയാ, ഉസ്താദേ അറിയണോ, ഇപ്പോൾ എന്റെ ഉമ്മയ്ക്ക് എന്നെ ആവശ്യമില്ല, കാരണം ദിവസങ്ങളോളം പ്രയാസപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഈ രൂപത്തിൽ എന്നെ സർജറി ചെയ്ത് ഇങ്ങനെ ഒരു ആയുസെങ്കിലും ആക്കിയെടുത്ത് പുറത്തേക്ക് വിട്ടപ്പോ ഞാൻ പലർക്കും ബാധ്യതയായി. ഉസ്താദേ ഞാൻ ആലോചിക്കയാ, ഞാൻ മരിക്കണോ ജീവിക്കണോ, ഞാൻ എന്റെ പ്രവാസ
പ്രവാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കൃത്യമായി പടികൾ ഏറ്റുവാങ്ങിയ ആളുകൾ ആരെയും കാണാനില്ല. എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ എന്നെ വേണ്ട എന്നുള്ള ചർച്ചയാ നടക്കുന്നത്. എന്റെ ഉമ്മയ്ക്ക് എന്നോട് പഴയതുപോലെ സ്നേഹമില്ല, എന്റെ ഉപ്പയ്ക്ക് എന്നോട് പഴയതുപോലെ സ്നേഹമില്ല, അനുജൻ ഒരു കോള് പോലും ചെയ്യാറില്ല, ചേട്ടൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒരു പാവപ്പെട്ട പ്രവാസിയുടെ പ്രയാസത്തിന്റെ പ്രകമ്പനങ്ങളാ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ദുനിയാവിൽ ഇത്രത്തോളം ത്യാഗം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം അതുപോലെയുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി പ്രവാസ ജീവിതം നയിച്ച സഹോദരങ്ങളാ. അതുകൊണ്ട് ഓർക്കണേ, 18 മണിക്കൂർ പണിയെടുക്കുമ്പോ 16 മണിക്കൂർ പണിയെടുക്കുമ്പോ ഞാൻ ചോദിച്ചു ആ സഹോദരനോട്, രാവിലെ എന്താ ഭക്ഷണം ചോദിച്ചു. ഞാൻ കുടിക്കും രാവിലെ ഭക്ഷണം. നല്ല കഥയായി. പല്ല് വെക്കാൻ പോലും സമയം ഉണ്ടാവൂല രാവിലെ. ചില സൂപ്പർ മാർക്കറ്റിലും പണി കിട്ടിയാലേ അവർക്കറിയാം. രാവിലെ സുബ്ഹാനല്ലാഹ് പുറയിൽ തീ കത്തിച്ചതുപോലെ ഓട്ടം. എഴുന്നേറ്റ് സുബ്ഹാനല്ലാഹ് നോക്കിയാൽ ഒന്നും രണ്ടും കാര്യങ്ങൾക്കുള്ള സമയം പോലും കൃത്യമായിട്ട് കിട്ടാറില്ല. അവർ ഓടുകയാണ്. കാപ്പി, എന്ത് ചായ, എന്ത് നാസ്ത, അതൊക്കെ നമ്മളെ നാട്ടിലെ അവസ്ഥ. ഇത് കഥ വേറെയാ. പിന്നെ കാണാ 11 മണിക്ക് ചിലപ്പോ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ ഒരു പിന്നെ ബ്രെഡോ കുബൂസോ കാണോ ഞാനൊന്ന് കടിക്കാൻ പറ്റിയാൽ ആ കടി കിട്ടുന്നതും ഭാഗ്യവാൻ. ആ കുബൂസോ അതേപോലെയുള്ള റൊട്ടിയോ വല്ലതും കടിക്കാൻ ഭാഗ്യം കിട്ടുന്നവൻ ഭാഗ്യവാൻ. രാവിലെ എന്ന് പറയുന്ന പരിപാടി അവിടെ ഇല്ല. ഒരു കട്ടൻ ചായ പോലും കുടിക്കാതെ ഇറങ്ങിപ്പോകുന്ന സഹോദരങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആലോചിക്കണേ. പട്ടിണി എന്താണെന്നറിയുന്നവർ, പ്രയാസം എന്താണെന്നറിയുന്നവർ, ദുഃഖം എന്താണെന്നറിയുന്നവർ, വിശപ്പിന്റെ വിളിയാളം എന്താണെന്നറിയുന്നവർ ഒറ്റവാക്കിൽ പറഞ്ഞ 2-3 മാസം നോമ്പെടുത്തതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. മറന്നു പോകണ്ട. അത്രയും പ്രയാസമാ കുടുംബക്കാർക്ക് വേണ്ടി. ആ വല്ലാതെ പ്രയാസങ്ങൾ സഹിക്കുന്ന പ്രവാസിയുണ്ടല്ലോ. പിന്നെ ഇടയ്ക്കെങ്ങാനും കിട്ടിയാൽ എന്തെങ്കിലും ചെറിയ ഭക്ഷണം. രാത്രി പാതിരാ സമയത്ത് വന്നാൽ അതിന്റെ ഇടയ്ക്ക് വേണം നിസ്കാരം നടത്താൻ, അതിന്റെ ഇടയ്ക്ക് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. കുറച്ചും കൂടി ഏറി പറഞ്ഞാൽ വല ചതികളിൽ പെട്ടുപോയ സഹോദരങ്ങളുണ്ട്, വലിയ ചതികളിൽ പെട്ടുപോയ സഹോദരങ്ങളുണ്ട്. വലിയ വാഗ്ദാനം നടത്തിക്കൊണ്ട് വിസ കൊടുത്തു വിട്ട് അവസാനം എവിടെയെങ്കിലും ഏതൊക്കെയോ വിജനപ്രദേശത്ത് വലിച്ചെറിയപ്പെട്ട എത്രയോ സഹോദരങ്ങളുടെ ദുരന്തക്കഥ കേട്ട് നാം ഞെട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഒരുപാട് ആളുകള് വിസയുടെ വാർഡിൽ ചതിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് ആളുകൾ വിസയുടെ വാർഡ് നമ്മളിങ്ങനെ ആ കച്ചവടക്കാരൻ പറഞ്ഞങ്ങോട്ട് പിടിപ്പിച്ച് ഒരു 20 ദിവസമൊക്കെ ജോലി ചെയ്താൽ മതി, 10 ദിവസം ഫ്രീയാ. അത് തന്നെ ഏകദേശം ഒരു രാവിലെ ഒരു 10 മണിക്ക് കയറിയാലേ ഈ വിസയിലുള്ള ജോലിയെ കുറിച്ച് പറയാം. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ ഫ്രീയാ. പിന്നെ നിനക്ക് വേണമെങ്കിൽ 4 മണിക്കൂർ വേറെ ഉണ്ട്, നിനക്ക് പോയാൽ പിന്നെ അതിന്റെ കൂടെ 20,000 റുപ്യ വേറെ ഒപ്പിക്കാം. ഇങ്ങനൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഉഷാറാക്കി അവനിങ്ങനെ നിൽക്കുകയാണ്. യവൻ അതിന് വിദഗ്ധനാണല്ലോ. അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. പഠിച്ചവനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനാക്ക. അപ്പൊ പിന്നെ എന്റെ വീടിന്റെ പണി അവിടെ അങ്ങനെ എടുത്ത് ഇവിടെ ഒരു വസ്തുവൊക്കെ എടുത്താൽ പിന്നെ വരുമ്പോ ഒരു വാഹനമൊക്കെ അങ്ങനെ ആകുമ്പോ അവൻ അപ്പൊ തന്നെ എല്ലാം ഓക്കെയായി. പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് സഹോദരങ്ങള് ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് ആയിട്ട് കള്ളം പറന്ന് വാങ്ങിയിട്ട് അതാ പാവപ്പെട്ട സഹോദരന്റെ കുടുംബത്തിലുള്ള പണ്ടങ്ങൾ മൊത്തവും പണയപ്പെടുത്തി വിറ്റുപറക്കി കൊടുത്ത് ആ കടം കൊടുത്തുകൊണ്ട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്ന സഹോദരങ്ങൾ എത്രയോ ഉണ്ട്. അതാ പിന്നെ വിളിച്ചിട്ട് അനക്കമില്ല, മൊബൈൽ റേഞ്ചില്ല, സ്വിച്ച് ഓഫാ. അയാളുടെ വേണ്ടതുപോലെ വിലാസം പോലും അദ്ദേഹത്തിന്റെ അടുത്തില്ല. അങ്ങനെ പരക്കം പാഞ്ഞ് സുബ്ഹാനല്ലാഹ് എത്രയോ ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. സമയത്ത് ഒരു പാവപ്പെട്ട മലപ്പുറം ജില്ലക്കാരൻ, ഞാൻ തിരുവനന്തപുരത്ത് ജോലി നോക്കുന്ന സമയം ഇപ്പോഴും അവിടെ തന്നെയാണ്, അന്ന് വേറൊരു പള്ളിയിലായി. എന്നോട് വന്ന് പറഞ്ഞു, എന്റെ ആ പാസ്പോർട്ടെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി, എനിക്ക് പൈസ വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയാൽ മതി. ആ തിരുവനന്തപുരത്തുള്ള ഒരു ട്രാവൽസുകാരന് അത് വാങ്ങിയിട്ടുണ്ട്. അവനെ എനിക്കറിയാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റുകാരൻ പറയുന്ന പോലെ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാസങ്ങൾ കുറേയായി. എന്റെ കുടുംബം പട്ടിണിയാകാൻ തുടങ്ങിയിട്ട് കുറേയായി. നിങ്ങൾ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ എങ്ങനെ ഇടപെടുക? എനിക്ക് ഈ ട്രാവൽസുകാരുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. എല്ലാ ട്രാവൽസും
എല്ലാ ട്രാവൽസ് ചില ട്രാവൽസ് ഗുണ്ടായുസം കൊണ്ടേ ട്രാവൽസ് നടക്കൂ, ചിലയിടത്തൊക്കെ രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തായിരുന്നാലും ഞാൻ നമ്പർ ഒന്ന് വിളിച്ചു നോക്കാലോ ട്രാവൽസുകാർ. അങ്ങനെ ട്രാവൽസുകാരനെ വിളിച്ച സംഭാഷണം ഒന്നും തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായിരുന്നാലും ഞാൻ ആരാന്ന് പറഞ്ഞില്ല, ഞാൻ ആളിനെ വ്യക്തമാക്കിയില്ല. എന്തായിരുന്നാലും നമുക്കറിയാവുന്ന ജഗപൂയെല്ലാം കൂടെ ആക്കി അവസാനം അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു നിനക്ക് ഒരാഴ്ച സമയം തരുന്നു, അതിനുള്ളിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആ ബാക്കിയൊക്കെ പിന്നെ. അങ്ങനെ എന്തായിരുന്നാലും അൽഹംദുലില്ലാ അദ്ദേഹത്തിന് ആ പാസ്പോർട്ടും തിരിച്ചു കിട്ടി, കിട്ടാനുള്ള പൈസയും കിട്ടി. ചില മിറാക്കിൾസ് എന്ന് പറയാൻ അത്ഭുതമാണ്. അതൊക്കെ അല്ലാഹു തആലയുടെ കഥ പോലെ നടന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എത്രയോ അനുഭവസ്ഥരാണ് സ്വന്തം പണം നഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യത്തിലുള്ള സമ്പത്ത് മുന്നിൽ കണ്ടുകൊണ്ട് പണം കൊടുത്ത അവസാനം അഡ്രസ് പോലും ഇല്ലാതെ എത്ര ആളുകൾ മുങ്ങിയിട്ടുണ്ട്. ആലോചിക്കണം. അങ്ങനെ പ്രയാസങ്ങൾ മണിക്കൂറുകളോളം പണിയെടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ, ആദ്യ ശമ്പളം തന്നെ കിട്ടുമ്പോ പാവപ്പെട്ടവനൊരാഗ്രഹം, എന്റെ പെണ്ണ് തന്റെ ഭാര്യ വീട്ടിലാണല്ലോ, ഒരു ചെറിയ മൊബൈൽ കൊടുത്താലേ ഒരാശ്വാസമോ, ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കാലോ. ഈ ഓട്ടപ്പാച്ചിന്റെ ഇടയ്ക്ക് വല്ലാതെ ദുരിതവും പ്രയാസവും മാത്രമല്ല ഇവിടെ. അങ്ങനെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് എപ്പോഴെങ്കിലും ഒന്ന് സ്വകാര്യമായിട്ടൊന്ന് സംസാരിച്ചാൽ ഒരു ആശ്വാസമാണ്. കാരണം കുറച്ചെങ്കിലും ഈമാനില്ലാത്തവന് ദുബൈ പോലുള്ള നാടുകളിൽ മുമ്പോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില വായന്മാരുണ്ട് ഒരു സെറ്റപ്പോട് ഏതായാലും ആട്ടെ, ഇവിടെ അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഈമാനുള്ളവരുമായിരിക്കും. എന്തായിരുന്നാലും അവർക്ക് മൊബൈലില്ല, ആകെ ലാൻഡ് ഫോണാണ്. അതിലിപ്പോ പിന്നെ വല്യമ്മ ഒരുമിച്ച് വിളിക്കും, വല്യാപ്പ വിളിക്കും, അവർ വിളിക്കും, എല്ലാ കോളും കൂടെ ഒരുമിച്ചാ വരുന്നത്. അഥവാ അവൾക്ക് ഒറ്റപ്പെട്ട് കിട്ടിയാൽ തന്നെ അവർക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാനും പറ്റൂല. ആദ്യത്തെ ശമ്പളത്തിൽ തന്നെ ഒരു മൊബൈൽ വാങ്ങി. അടുത്തുള്ള ശുക്കൂർ പോകുന്നുണ്ട് നാളെ, മോനെ ഈ മൊബൈൽ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. ശുക്കൂർ റാഹത്തായിട്ട് മൊബൈൽ കൊണ്ടുകൊടുത്തു. ഒരു ഉദാഹരണം പറയാൻ, എത്രയോ സഹോദരങ്ങൾ സന്തോഷം മുന്നിൽ കണ്ട് കണ്ണീര് കടലായി മാറിയ ഒരുപാട് കുടുംബ ജീവിതങ്ങളുണ്ട്. പ്രവാസികളുടെ കണ്ണുനീരിന് വിലയുണ്ടോ സഹോദരങ്ങള്? പ്രവാസിയുടെ വിലാപത്തിന് വിലയുണ്ടോ സഹോദരങ്ങള്? അവന്റെ പ്രയാസങ്ങൾ അറിയാൻ ഏതെങ്കിലും കുടുംബങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ പോകുന്നതിന്റെ അന്ന് തന്നെ വീട്ടുകാർ ഭാര്യയുടെ ഒരു ലിസ്റ്റ് വേറെ, പോകുന്നതിന്റെ അന്ന് എഴുതും 2 വർഷം കഴിഞ്ഞ് വരുമ്പോ വാങ്ങേണ്ട സാധനങ്ങൾ, ഇങ്ങോട്ട് വരുമ്പോ മേടിച്ചോണ്ട് പോകുന്നതിന്റെ മക്കള് വേറെ, ലാപ്ടോപ്പ്, ഐപാഡ്, അത് ഇത് അങ്ങനെ ഒരു സാധനം എല്ലാം കൂടെ ഒരു 1.5 കോടി രൂപയുടെ ഐറ്റം എഴുതി വെച്ചിരിക്കുക. പാവപ്പെട്ടവനാകെയുള്ള 2000 ചെറിയ ചില്ലറ പൈസ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പറയപ്പെട്ട ചെറിയ തുകയിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ വാങ്ങി അവിടെ കയ്യിൽ കിട്ടി. അത് അറിഞ്ഞപ്പോ അവർക്കൊരു വല്ലാത്ത പ്രയാസമായി. നിനക്കൊരു മൊബൈൽ ഫോൺ കൊടുത്തു വിട്ടിട്ടെന്ന് പറഞ്ഞപ്പോ, അള്ളാഹുവേ എന്താ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? അവിടെ ഒരു ഫോൺ ഉണ്ടല്ലോ, എനിക്കന്ന് ഈ സാധനത്തെ പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള പറച്ചിൽ. എന്തുവാകട്ടെ, ആദ്യം വല്ലാത്ത പേടിയായിരുന്നു. ടച്ച് സ്ക്രീൻ തന്നെ ആയിക്കോട്ടെ, കീ ബട്ടൺ ഒന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ പോയി. ഇപ്പൊ ഉപ്പാപ്പമാര് നോക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ വരയ്ക്കുന്ന കാണുമ്പോ സുബ്ഹാനല്ലാഹ്, എന്താ മക്കളെ മുറുക്കാൻ ചവയ്ക്കാൻ തുടങ്ങി ചെറുപ്രായത്തിൽ തന്നെ വെറ്റില ഇങ്ങനെ ചുണ്ണാമ്പ്, എന്താ പരിപാടി? അത് ഐപാഡാണ്, അത് മറ്റേതാണ്, ഇതാണ്, ഇത് ഗാലക്സിയാണ്. ഇതാ ഓരോ കുട്ടികളുടെയും ചെറിയ മക്കളുടെയും അടുത്ത് തന്നെ അതാ ടച്ച് സ്ക്രീൻ മൊബൈലുള്ള കാലഘട്ടവാ സഹോദരങ്ങള്. ആ സഹോദരരുടെ കയ്യിലേക്ക് ടച്ച് സ്ക്രീൻ സംവിധാനമുള്ള മൊബൈൽ കിട്ടുകയാ. കിട്ടി, സിം എടുക്കാൻ അനിയനെ ഏൽപ്പിച്ചു. അനിയൻ കഷ്ടപ്പെട്ടൊരു സിം എടുത്തു കൊടുത്തു, റേഞ്ചായി എല്ലാം ഓക്കെ. ഞാൻ ഇടയ്ക്കുള്ളൊന്ന് പറയുന്നു. അങ്ങനെ അതാ ആദ്യമായിട്ട് കോള് വരികയാ. ഗൾഫിൽ നിന്നും പ്രിയപ്പെട്ട ഭർത്താവിന്റെ കോള് വരികയാ. എന്റെ പ്രിയപ്പെട്ട മനസ്സിന്റെ രാജാതിയാകുന്ന ഭാര്യയുടെ സ്വരം സ്വകാര്യമായിട്ടൊന്ന് കേൾക്കാൻ ആദ്യമായിട്ട് സന്തോഷം കിട്ടുക സ്വർഗാനുഭൂതിയിൽ പങ്കിടുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് നോക്കുമ്പോ എല്ലാം കഴിഞ്ഞു ഉറങ്ങാൻ നേരത്തെ ഒരു മിസ് കോൾ വരികയാ. ഒരു മിസ് കോൾ വരിക. ഇതിന്റെ കാക്കാടമ്പരല്ലോ, ഉക്കാടമ്പരല്ലോ, മച്ചാണ്. ഇവിടെ എന്താ പറയാ? ഭർത്താവ് ഇക്കാട നമ്പരല്ല, ഇത് വേറെ സാധനമാണല്ലോ. ഏതോ വേറെ നമ്പർ മാറി വന്നതാ. പഹയനാവട്ടെ, പഹത്തിയാവട്ടെ, നമ്പർ മാറി വന്നതാണ്. ഒരു റോങ് നമ്പരാ. ആദ്യമായിട്ടൊരു റോങ് നമ്പർ തന്റെ മൊബൈലിലേക്ക് കടന്നു വരുമ്പോ ആരാണെന്നറിയുന്നില്ല, എന്താണെന്നറിയുന്നില്ല. ആ പാവപ്പെട്ട പെണ്ണത് അറ്റൻഡ് ചെയ്യുകയാ. ഹലോ, അവൻ അവളെ അല്ല വിളിച്ചത്, വേറെ ആരെയോ വിളിച്ചതാണ്.
ആരാ യദ്വ പിന്നെ ഇത് ആളല്ല എന്ന് പറഞ്ഞപ്പോൾ ഓള് വെച്ചു. എന്തൊരു ശ്വാസം പിടിയില്ല. ആദ്യത്തെ ശ്വാസമായി പറയുന്നത്, പിന്നുള്ള ശ്വാസമൊന്നുമല്ല. ഭയങ്കര നെഞ്ചിടിപ്പും വെപ്രാളവും ഒരു ഓക്കാനവും പറയാൻ പറ്റാത്ത ഒരു അസ്വസ്ഥതയും, അന്ന് ഉറങ്ങുന്നില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. അള്ളാഹു അങ്ങനെ ആ അസ്വസ്ഥത എന്നും നിലനിർത്തി പെരുമാറാകട്ടെ. കുറച്ചാൻ വേണ്ടേ? ആ അസ്വസ്ഥത നീങ്ങിപ്പോയാൽ തീർന്ന കാര്യം. അള്ളാഹു ആ അസ്വസ്ഥത എന്നും നിലനിർത്തി പെരുമാറാകട്ടെ. കുറച്ച് ഈമാൻ ഉണ്ടാവണം, എങ്കിലല്ലേ അസ്വസ്ഥത ഉണ്ടാവും. പഠിച്ചോനെ ഏതോ പഹയന അന്യ പുരുഷനാന്ന് വിളിച്ചിട്ട് പെണ്ണിനാകെ പ്രയാസമായി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അടുത്ത സെക്കൻഡ് രണ്ടാമത്തെ കോളാണ്, ആദ്യം മിസ് കോളാണ്. ലാസ്റ്റ് പെണ്ണ് സുബ്ഹാനല്ലാഹ് അവളതാ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാ. അപ്പൊ അപ്പുറത്തെ തുറപ്പിലുള്ള അപ്പുറത്തെ അറ്റത്തുള്ളവന് മനസ്സിലായി പെണ്ണ് പീരുവാ, അവൾ ഒറ്റയ്ക്കാ. നാളെ ഒന്നും കൂടി നമ്പരിട്ട് നോക്കാ, പകൽ സമയത്ത് ഒന്നും കൂടി നമ്പരിട്ട് നോക്കാ. അവന്റെ നമ്പരിന്റെ റോങ് നമ്പരിന്റെ ലിസ്റ്റുകളിൽ ഒരു നമ്പരും കൂടെ സേവ് ആവുകയാ. പൊന്നുമോളെ ഒന്നറിയണേ, പൊന്നുമോളെ അറിയണേ, പൊന്നുമോളെ. അടുത്ത ദിവസമാകുമ്പോൾ വിളി വരികയാ. വിളി ആവർത്തിക്കുമ്പോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നു. എന്താണെന്നറിയുവോ? എടുത്തുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയുവോ? നിങ്ങളായിരുന്ന ആരായിരുന്നാലും എനിക്കൊരു പ്രശ്നമല്ല. ചൂടായി, ശരിക്കും ചൂടായി. ആദ്യം ഭയങ്കര ചൂടല്ലേ, AC ഇടുമ്പോ ഒരു ചൂടുണ്ടാവും, AC അങ്ങോട്ട് ഓണാക്കുമ്പോ ഒരു ചൂടുണ്ടാവും. ആ ചൂടായി പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭയങ്കര ചൂടാണ്. ഞാൻ അവിടെ പറയും, ഞാൻ പോലീസിലേൽപ്പിക്കും, ഞാൻ വീട്ടിൽ പറയും. നിനക്കെന്നത് പറഞ്ഞൂടെ? നീ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് എന്റെ ഉപ്പാന്റെ കൈ കൊടുത്തൂടെ? നിനക്ക് ഉമ്മാനോട് കൊടുത്തൂടെ? നിന്റെ അനുജനും ജ്യേഷ്ഠനും ഉണ്ടല്ലോ, കയ്യിൽ കൊടുത്തൂടെ? ആണുങ്ങൾ സംസാരിക്കട്ടെ. അവർക്കറിയാം അവന്റെ ബുദ്ധികളും കുബുദ്ധികളും അസുഖവും ഞരമ്പാണോ അല്ലാത്തതാണോ വട്ടാണോ ഏതാണോ ഏതാ വകുപ്പെന്ന് അവർക്കറിയാം. അവര് വേണ്ട അനുസരിച്ച് കൈകാര്യം ചെയ്യും. നീ എന്തിനാ അവനെ വരട്ടാൻ പോകുന്നത്? അവസാനം നീ വരണ്ടു പോകും. അതാണ് പെൺബുദ്ധിയുടെ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവള് ചൂടാവും തോറും യവൻ ബിരുദനാണെങ്കിൽ അവന് ഹാപ്പിയാ. അങ്ങനെ അങ്ങോട്ട് സംസാരിക്കട്ടെ, അങ്ങനെ സംസാരം അങ്ങോട്ട് നീളട്ടെ. ചൂടായിരുന്നാലും പ്രശ്നമില്ല. ആലോചിക്കണേ പെങ്ങളെ, ആലോചിക്കണേ പെങ്ങളെ. അവസാനം 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 നിന്റെ സംസാരം തണുത്തുറയുകയാ, തണുത്തുറയുകയാ. ആദ്യത്തെ ദേഷ്യമെല്ലാം പോവുകയാ. ഇതെത്രയോ എത്രയോ കുടുംബങ്ങളെ സംഭവിച്ച കഥകളാ സഹോദരങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ തുറന്നു പറയുകയാ, ഒരു മിസ് കോൾ കൊണ്ട് നിന്റെ ഭർത്താവിനെ വന്ദിച്ചാൽ, ഒരു മിസ് കോൾ കൊണ്ട് നിന്റെ പാവപ്പെട്ട പ്രവാസിയാകുന്ന പ്രയാസങ്ങൾ പ്രകമ്പനങ്ങൾ അന്തരാളത്തിൽ ഏറ്റെടുത്തിട്ടുള്ള നിന്റെ പ്രിയതമനെ ഒരു മിസ് കോൾ കൊണ്ട് വന്ദിച്ചാ, ഒരു ഇൻകമിംഗ് കോൾ കൊണ്ട് വന്ദിച്ചാൽ, ഒരു ഔട്ട് ഗോയിങ് കോൾ കൊണ്ട് വന്ദിച്ചാ, ഒരു ഫേസ്ബുക്കിലെ ഷെയർ കൊണ്ടോ ലൈക്ക് കൊണ്ടോ പോസ്റ്റിംഗ് കൊണ്ടോ കമന്റ് കൊണ്ടോ വന്ദിച്ചാൽ, ഒരു വാട്സാപ്പിന്റെ ചാറ്റിംഗ് കൊണ്ട് വന്ദിച്ചാൽ, ഒരു വീചാറ്റ് കൊണ്ട് വന്ദിച്ചാ, എന്റെ പൊന്നുമോള് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണെന്നറിയുവോ? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ പെണ്ണുങ്ങൾ കിടന്ന് അനുഭവിക്കുന്ന നരകയാതനയുടെ വല്ലാത്ത ദുരന്ത ഭീകര ബീഭത്സ കാഴ്ചകൾ കണ്ട് മഹദിയായ ഫാത്തിമ ബീവിയോട് കണ്ണു നിറന്നുകൊണ്ട് ഹബീബ് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, പെണ്ണുങ്ങളാ നരകത്തിൽ കൂടുതൽ നിങ്ങൾ കണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഉപ്പായ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പായി, പെണ്ണുങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ നരകത്തിൽ കിടന്ന് വെന്തുരുകേണ്ട അവസ്ഥയുണ്ടായിട്ടുള്ളത്, പ്രയാസങ്ങൾ ഏറേണ്ടി വന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ട് കാരണം ഏതാണെന്നറിയോ? ഒന്ന് ഔറത്ത് മറക്കാൻ മടി കാണിക്കുന്ന പെണ്ണുങ്ങളാ, ഔറത്ത് മറക്കാൻ മടി കാണിക്കുന്ന പെണ്ണുങ്ങളാ. രണ്ടാമത്തെ പോയിന്റ് ഏതാണെന്നറിയുവോ? ഭർത്താക്കന്മാരെ വന്ദിക്കുന്ന പെണ്ണുങ്ങളാ, ഭർത്താക്കന്മാരെ വന്ദിക്കുന്ന പെണ്ണുങ്ങളാ, ഭർത്താക്കന്മാരോട് അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണുങ്ങളാ, അവരെ വന്ദിക്കുന്ന ചതിക്കുന്ന പെണ്ണുങ്ങളാ എന്ന് പറഞ്ഞിട്ട് ഹബീബായ പ്രവാചകൻ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന,
അവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല വലാ യജിദിന റിഹാ, അവർ സ്വർഗത്തിന്റെ പരിമളമോറുന്ന ആ വിശാലമായ പരിമളം അവരെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടവരാ. അങ്ങനെയുള്ള പെണ്ണുങ്ങളാ അവര്, അങ്ങനെയുള്ള പെണ്ണുങ്ങളാ അവര്. മറ്റൊരു റിവായത്തിൽ കാണാ, ഓ ഫാത്തിമ, ഞാൻ അവരെ കാണാതെ പോകട്ടെ മോളെ ഫാത്തിമ, ഞാൻ എന്റെ കണ്ണുകൊണ്ടവരെ കാണേണ്ട ഒരു സാഹചര്യം വരാതെ പോകട്ടെ എന്നോ. അത്രയും വലിയ ദുരന്തം പറയുമ്പോ കൂട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് വിശിഷ്യ ഗൾഫ് ജീവിതത്തിൽ പ്രയാസങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബത്തെ കാണാൻ എല്ലാ ദിവസവും ആഗ്രഹമുള്ള, മക്കളെ കാണാൻ ആഗ്രഹമുള്ള, നിന്റെ പ്രിയപ്പെട്ട നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുണ്ടല്ലോ, ആ ഗർഭിണിയായ അവസ്ഥയിലാ പാവപ്പെട്ടവൻ പോയതോ. ഇപ്പൊ 2 വയസ്സായില്ലടോ പൊന്നുമോളെ, 2 വയസ്സ് കുഞ്ഞിനായില്ലടോ പൊന്നുമോളെ. ആ പ്രസവിച്ച ചൂടുള്ള ചോരക്കുഞ്ഞിനെ കയ്യിലെടുക്കാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ട സഹോദരനാ, ഒന്നാലോചിക്കണേ, ആലോചിക്കണേ. നിനക്ക് ഏറ്റവും കൂടുതൽ കടമയോ കടപ്പാടുമുള്ളത് മറന്നു പോകണ്ട നിന്റെ ഭർത്താവിനോടാ. ഏറ്റവും കൂടുതൽ കടമയുള്ളത് നിന്റെ ഭർത്താവിനോടാ, മറന്നു പോകണ്ട. ആ ഭർത്താക്കന്മാരെ തന്നെ ശ്രദ്ധിക്കണേ. ആ ഭർത്താക്കന്മാരിൽ തന്നെ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാ? അടുത്ത പോയി ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോട്? പ്രിയപ്പെട്ട ഭർത്താവിനോട്. അത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഞാൻ പറയുന്നു, എന്റെ പെങ്ങന്മാർ വളരെ സ്പെഷ്യലായി മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റാ. നിന്റെ ഭർത്താക്കന്മാരിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പ്രവാസികളായി കഴിയുന്ന ഭർത്താക്കന്മാരോടാ അതിനേക്കാളും കൂടുതൽ കടമയുള്ളത് മറന്നു പോകണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്തവരാ അവര്. നിങ്ങൾക്ക് വേണ്ടി അവരുടെ ആയുസ്സിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സിംഹഭാഗം, ആരോഗ്യമുള്ള ഭാഗം ഏതോ നാട്ടിൽ കൊണ്ടുപോയി ചെലവഴിച്ചിട്ട് അവസാനം വിസിറ്റിന് വരുന്ന പോലെ വന്നു പോകുന്നവരാ അവര്. എത്ര വലിയ വേദനയാ സഹോദരങ്ങള്. നാട്ടിലേക്ക് കടന്നു വരുന്ന സഹോദരങ്ങള്, അതാ എത്രയോ നാളുകളായ കലണ്ടറിന്റെ താളുകൾ ഇങ്ങനെ മറിയുമ്പോ ഇത് ജനുവരിയായി, ഫെബ്രുവരി, അങ്ങനെ 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 അങ്ങോട്ട് കടന്ന് എനിക്ക് ഡിസംബർ ലാസ്റ്റ് പോകണമല്ലോ, നാട്ടിലേക്ക് പോകാമല്ലോ. എല്ലാ ദിവസവും കാണുന്ന ഭിത്തിയിൽ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന രൂപത്തിൽ കലണ്ടർ തൂക്കിയിട്ട് കൊണ്ട് തുടങ്ങുന്ന പ്രവാസിയുണ്ടല്ലോ. ഓരോ മാസവും തെള്ളി നീക്കുമ്പോ അവസാനം അവന് നാട്ടിലേക്ക് വരാനുള്ള സമയമായപ്പോ സന്തോഷത്തോടെ കടന്നു വരുന്ന പ്രവാസിയെ കാണുമ്പോ അവന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ഏറ്റവും വലിയൊരു വേദനയുള്ള കാര്യം, ഏറ്റവും വലിയ വേദനയുള്ള കാര്യം, നീ എന്നാ വന്നേ? അത് കുഴപ്പമില്ല, ഗൾഫിൽ നിന്ന് ഇത്രയും ആശിച്ച് കലണ്ടർ താള് മറിച്ച് കാത്തിരുന്ന് വന്ന ഈ സഹോദരനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നീ എന്നാ വന്നേ? ഞാൻ ഇന്നലെ രാത്രി എത്തി, ഞാൻ 2 ദിവസം എത്തിയിട്ട് എന്നാ പോന്നേ? ഈ 2 ദിവസത്തേക്ക് മുമ്പ് ഒരാള് എന്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുന്നു, ഒരു ഗൾഫുകാര് എന്നാ വന്നേ? മലപ്പുറക്കാരനെ, എന്നാ വന്നേ? ഞാന് 2 ദിവസമായി. എന്നാ പോന്നേ? അടുത്ത ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങളൊന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ സഹായിച്ചില്ലേലും കുഴപ്പമില്ല, അദ്ദേഹം പോട്ടെ, പോകാതിരിക്കട്ടെ, അതെന്തോ നിങ്ങൾ ഇനി മേലിൽ ഇങ്ങനെ ഒരു ഗൾഫുകാരനോട് ചോദിക്കരുത്. അതൊരു വേദനയാണ്. അയാൾ പോകുന്നില്ല, അല്ലെങ്കിൽ നാളെ പോകും, എന്തുവാകട്ടെ, ഇങ്ങനെ ചോദിക്കരുത്. അപ്പൊ അവർക്ക് തോന്നുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പണിയെടുത്ത് കണ്ണീരും വിലാപവുമായി നാട്ടിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനാണോ ഞങ്ങളുടെ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്? അല്ലേ? എന്തൊരു വേദനയാണെന്നറിയോ, എന്തൊരു പ്രയാസമാണെന്നറിയോ ചില സഹോദരങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരൊറ്റ സഹോദരോ, പാവപ്പെട്ട പ്രയാസിയോട് ചോദിക്കല്ലേ. എനിക്ക് പറയാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ അങ്ങനെ പറഞ്ഞു, ഞാൻ അത് പറഞ്ഞു കൊടുത്തു, നിനക്ക് ഇവിടെ നിന്നൂടെ, എന്തെങ്കിലും പണിയെടുത്ത് ഇവിടെ കൂടാ, കുറച്ചാൾ ഇവിടെ നിന്നില്ലേ, കുറെ ഞങ്ങൾ ഗൾഫിലും പോയി, ഇങ്ങനെ കുടുംബമൊക്കെ ഇവിടെ അല്ല, ഇവിടെ ഒരു ചെറിയ ആശ്വാസം ഉണ്ടാവും. നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ആ വർത്തമാനത്തിൽ ഒരു കോൺഫിഡന്റ് ഉണ്ടാവും, കുറച്ചൊരു റാഹത്ത് ഉണ്ടാവും മനസ്സിൽ. കുറച്ചോന്റെ നാട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറയുന്നോ, അതെങ്കിലും കേൾക്കുമ്പോ ഒരു ആശ്വാസം. അടുത്ത ദിവസം രാവിലെ പോകാനുള്ളതാണെങ്കിലും അത് കേൾക്കുമ്പോ ഒരു സമാധാനമാണ്.
അതുകൊണ്ട് പെങ്ങന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് പ്രവാസികളായ സഹോദരങ്ങളോടാ, മറന്നു പോകണ്ട. അതുകൊണ്ട് അടിച്ചു പൊളിക്കല്ല പെങ്ങളെ. ആ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ചെലവല്ലയോ? പാവപ്പെട്ട ഭർത്താവ് ഗൾഫിൽ പോയപ്പോൾ നിന്റെ ചിലവ്, വീട്ടിലെ ചെലവ് വളരെ കുറവായിരുന്നു. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരുള്ളപ്പോൾ പോയിരുന്നു. പക്ഷേ ആ പാവപ്പെട്ടവൻ കടന്നു പോയപ്പോ നിന്റെ വീട്ടിന്റെ ബില്ല് വല്ലാത്ത ബില്ലാ. ഒന്നാലോചിക്കണേ. വല്ലാതെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് പാതിരാത്രിയിൽ കടന്നു വരുമ്പോ നിന്നെ കോള് വിളിക്കുന്നു. എന്തിനാണൊരു സമാധാന വർത്തമാനം കേൾക്കാനാ? അപ്പതില്ല വർത്തമാനം. അടുത്ത ആഴ്ചയാണ് അപ്പുറത്തെ കല്യാണം ഉള്ളത്, അതാ വിളിച്ചുകൊണ്ട് പോക്കുള്ളത്. അവിടെ അടിയന്തരമുള്ളത്, ഇവിടെ പരിപാടിയുള്ളത്. അവിടെ 1000 കൊടുക്കണം, ഇവിടെ 2000 കൊടുക്കണോ? നമ്മുടെ മിക്സി അടിച്ചുപോയി, ഒരു പുതിയ മിക്സി വാങ്ങണോ? നമ്മുടെ ഹാളിലുള്ള ഫാൻ കറങ്ങുന്നില്ല, അത് നിന്നുപോയി ഒരു ഫാൻ വാങ്ങണോ? നമ്മുടെ മക്കൾ പഴയതുപോലെ കാലമല്ലല്ലോ. നമ്മുടെ മക്കൾക്ക് ഒരു കമ്പ്യൂട്ടർ വേണ്ടേ? എല്ലാ വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ട്. നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടർ വേണോ? ഇങ്ങനെ ഒരു ലിസ്റ്റ് പറയുമ്പോ ഒരാശ്വാസത്തിന് നിന്നെ വിളിച്ച ആ സഹോദരൻ പിന്നെ വിളിക്കാൻ മനസ്സുണ്ടാവോ? പെങ്ങളെ, നിനക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. അത്യാവശ്യ സാധനങ്ങളൊക്കെ നീ പറഞ്ഞോ. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ആദ്യമായിട്ട് നിന്നെ വിളിക്കുമ്പോ സന്തോഷത്തോടുകൂടി ഒന്ന് ചോദിച്ചുകൂടെ മോളെ, എന്റെ ഇക്ക ഭക്ഷണം കഴിച്ചോ? ഇക്ക വല്ലാതെ പ്രയാസമാണല്ലേ ഇക്ക? അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റൂക്ക. വെള്ളം കുടിച്ചായിരുന്നോ? ഭക്ഷണം കഴിച്ചായിരുന്നോ? രാത്രി എന്താ കഴിച്ചത്? എവിടെ നിന്നാ കഴിച്ചത്? റൂമിലെത്തിയോ? റൂമിൽ നിന്നാണോ കഴിച്ചത്? ഹോട്ടലിൽ നിന്നാണോ കഴിച്ചത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ മനസ്സിന്റെ തണുപ്പ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ആ തണുപ്പിക്കാനുള്ള സിദ്ധൌഷധം ദുനിയാവിൽ ആരുടെത്തുമില്ല പൊന്നുമോളെ. ഉമ്മാന് പോലും പറയാൻ പറ്റുന്നതിനേക്കാളും സമാധാന വാക്കുകൾ പറയാ നിനക്ക് അവകാശമുണ്ട് പൊന്നുമോളെ. നീ ആ സഹോദരനെ വിഷമിപ്പിച്ച് പിന്നെയും ഇടങ്ങേറിലാക്കി കണ്ണുനീരൊലിപ്പിക്കല്ല പൊന്നുമോളെ. നിന്റെ വാക്കുകളെങ്കിലും സമാധാനം കൊടുക്കണേ പെങ്ങളെ. അതുകൊണ്ട് തീരുമാനിച്ചോ, ഇനി നിന്റെ ഇക്കാന്റെ കോള് വരുമ്പോ, ഇക്ക നിന്നെ വിളിക്കുമ്പോ ഇക്കയുടെ വിഷമങ്ങൾ ചോദിക്കണേ. അപ്പൊ ആ സഹോദരൻ ചെറിയ വിഷമം പറയാൻ തുടങ്ങും. നീ അത് കേൾക്കാൻ തയ്യാറാണെന്ന് ഉറപ്പുള്ളപ്പോൾ ചെറിയ വിഷമങ്ങൾ പറയാൻ തുടങ്ങും. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോ ചെറിയ തലവേദന ഉണ്ടായിരുന്നു. ആ തലവേദനയ്ക്ക് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. മരുന്ന് കഴിച്ചിട്ടില്ല. നീ ഒന്ന് ചോദിച്ചപ്പോൾ ആശ്വാസമായതാ. നല്ല പനി ഉണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോ നല്ല കുറവുണ്ട്. പകുതിയും കുറഞ്ഞു പൊന്നുമോളെ. ഒരു മരുന്നും കഴിക്കണ്ട പൊന്നുമോള്. അതുകൊണ്ട് വാക്കുകൾ കൊണ്ടെങ്കിലും ആ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ സമാധാനിപ്പിക്കണേ പൊന്നുമോളെ. കണ്ണീരിലും വിലാപത്തിലുമാക്കല്ല പെങ്ങളെ. അതുകൊണ്ട് ഞാൻ പഴയൊരു വിഷയത്തിലേക്ക് തന്നെ ഞാൻ കടന്നു പോവുകയാ. അങ്ങനെ അതാ ആ ബിരുദന്റെ കോള് പിന്നെയും വരികയാണ്. വിളിച്ചില്ലേ? അവൻ ഇവിടെ തന്നെ ഉണ്ട്, പരിസരത്ത് തന്നെ ഉണ്ട്. അവൻ പിന്നെയും വിളിക്കാം. അങ്ങനെ വിളിച്ച് അവസാനം അവൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എന്തായിരുന്നാലും മൂപ്പരവിടല്ല ഞാനും ഒറ്റപ്പെട്ട് ഇങ്ങനെ വല്ലാത്ത വിഷമത്തിൽ കഴിയുന്ന നമുക്കുണ്ട് കുറച്ച് സംശയം. ഇപ്പൊ ആകാശം എന്ത് മസാലയാണെന്നറിയോ? ചില നരമ്പുരോഗികൾ പാവപ്പെട്ട സഹോദരിമാരെ വശത്താക്കാൻ വേണ്ടി പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിന്റെ ഭർത്താവ് ഗൾഫിലല്ലയോ? നിന്റെ പ്രിയതമൻ ഗൾഫിലല്ലയോ? നിനക്കൊരു സമാധാനം വേണ്ടേ പൊന്നുമോള്? നിനക്ക് മനസ്സിനൊരു ശാന്തി വേണ്ടേ പൊന്നുമോള്? നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം വേണ്ടേ പൊന്നുമോള്? വർഷങ്ങളായില്ലേ പുറത്തു പോയിട്ടെന്ന് പറഞ്ഞു. അവസാനം സഹോദരങ്ങളെ അറിയണം, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, 15ഓളം കേസുകൾ എന്റെ അടുത്തുണ്ട്. മറന്നു പോകണ്ട. വ്യക്തമായി സ്ഥലം, അതുപോലെ തന്നെ വീട്, കുടുംബം, പേര് അറിയാവുന്ന വളരെ
വളരെ ദുരന്തപൂർണമായ സാഹചര്യങ്ങൾ ഒരു മിസ്കാളിലൂടെ, അതായത് ഒരു മിസ്കാളിലൂടെ, പിന്നെ അതാ വലിയ കോളുകളിലൂടെ കടന്നുപോയി ചാറ്റിങ്ങായി അവസാനം മക്കളെ ഇട്ട് പോയവർ അനവധിയാ, ഗൾഫിലോട്ട് പോയ ഭർത്താവിനെ ഇട്ട് പോയവർ അനവധിയാ. ആ റിപ്പോർട്ടുകൾ ഞാൻ സംഭരിച്ചു വെക്കുമ്പോ എന്നെ ഞെട്ടിച്ച ഒരു സംഭവമുണ്ട് എന്റെ സഹോദരങ്ങളെ. അത്രയും റിപ്പോർട്ടുകളിൽ എന്നെ ഞെട്ടിച്ച ആ സംഭവം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. കോഴിക്കോട് ജില്ലയിലാണ്. ഞാൻ ആ സ്ഥലം വെളിപ്പെടുത്തുന്നില്ല. വ്യക്തമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, മറ്റൊരു ദുരുദ്ദേശവും ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകൾ എന്നെ സമീപിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ബാധ്യസ്ഥനാ സഹോദരങ്ങളെ. കോഴിക്കോട് ജില്ലയിലുള്ളൊരു സഹോദരൻ വിവാഹം കഴിഞ്ഞു, കുറച്ചു നാള് വീട്ടിൽ നിന്നു. അതാ ഗൾഫിൽ പോകേണ്ട സഹോദരനാ, പണി റെഡിയാകുന്നില്ല. കുറെ നാള് വീട്ടിൽ നിന്നു. ദിവസങ്ങളോളം വർഷങ്ങളോളം മുമ്പോട്ട് പോയി. മക്കളില്ല. ആ ദാമ്പത്യത്തിൽ ഒരു കുസുമം വരുന്നില്ല. വല്ലാത്ത വിഷമമാ. പെട്ടെന്നൊരു പ്രഭാതത്തിൽ ആ സഹോദരൻ ഗൾഫ് നാടിലേക്ക് പോവുകയാ. ഗൾഫ് നാടിലേക്ക് പോയി കഷ്ടപ്പെട്ട് അൽഹംദുലില്ലാഹ് റാഹത്തുള്ളൊരു ജോലി കിട്ടുകയാ. റാഹത്തുള്ള ജോലി കിട്ടിക്കിടന്ന് ശമ്പളമൊക്കെ റാഹത്തായി മുന്നോട്ട് പോകുമ്പോ അദ്ദേഹം വിചാരിക്കുന്നു, പടച്ചവര് എന്നെ ഉപ്പാന്ന് വിളിക്കാൻ ഒരു കുരുന്നിതുവരെയും കിട്ടിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മാന്ന് വിളിക്കാൻ ഒരു കുരുന്നിതുവരെയും കിട്ടിയില്ലല്ലോ. ചെറിയ മക്കൾ ഓടിക്കളിക്കുമ്പോ ഉപ്പാന്ന് വിളിച്ച് വിശേഷ ദിവസങ്ങളിൽ പുത്തനുടുപ്പിട്ടുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കാ ചെറിയ മക്കള് ഫാമിലിയായി ഇവിടെ താമസിക്കുമ്പോ, കുഞ്ഞുങ്ങൾ പോകുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത വേദനയാണല്ലോ. അതുകൊണ്ട് എത്ര ടൈറ്റായിരുന്നാലും വിഷയമില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗൾഫ് നാട്ടിലേക്കൊന്ന് കൊണ്ടുവരണമല്ലോ. അവിടെ കൊണ്ടുവന്ന് സന്തോഷമായിട്ടൊന്ന് താമസിപ്പിക്കണമല്ലോ. കുറച്ചു നാൾ ഒരുമിച്ചൊന്ന് താമസിച്ചാൽ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിലോ. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ സഹോദരൻ നാട്ടിലേക്ക് ബന്ധപ്പെട്ട് അതാ പാസ്പോർട്ട് ഒപ്പിക്കുമ്പോ, വിസ ഒപ്പിക്കുമ്പോ, പല കാര്യങ്ങളും ചെയ്യുമ്പോ നമ്മുടെ ഉസ്താദ് ഇമാം ഉസ്താദ് അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ധാരാളം കാലം ഈ സമുദായത്തിന്, വിശിഷ്യ നമ്മുടെ ഈ സമൂഹത്തിന്, മഹല്ലത്തിന് സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കുക. ആ സഹോദരൻ ഗൾഫിൽ നിന്നുകൊണ്ട് പാസ്പോർട്ട് ഒപ്പിക്കുക. ഗൾഫിൽ നിന്നിട്ട് കൂട്ടാരൊക്കെ വിളിച്ചു തുടങ്ങിയിട്ട് ഒരു കേസുണ്ട്, അവിടെ വീട്ടിലാരുമില്ല, നീക്കൊന്ന് ബന്ധപ്പെട്ടെല്ലാം റെഡിയാക്കി കൊടുക്കും. പാസ്പോർട്ടായി മേടിക്കണ്ട, അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ ഭയങ്കര ചിന്ത ഞങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ ഈ പാസ്പോർട്ട് ഒപ്പിക്കുന്നവൻ അവൻ വിസ ഉണ്ടാക്കിയോ ഞങ്ങൾ ചിന്തിക്കുന്നു. അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അവള് ഗൾഫിൽ പോയി പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാ സഹോദരങ്ങളെ. ഇത് ആലങ്കാരികമായിട്ട് പറയുകയല്ല, കോൾമയിൽ കൊള്ളിക്കാ പറയുകയല്ല. യാഥാർത്ഥ്യമാ. പത്രങ്ങളും മറ്റുള്ള മാസികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വന്തം അനുഭവത്തിൽ അറിഞ്ഞ വിഷയമാ പറയുന്നത് സഹോദരങ്ങളെ. ആ സഹോദര ഗൾഫിലേക്ക് പോയ സന്തോഷമായി അൽഹംദുലില്ലാഹ് അതാ ഒരു സന്തോഷ വർത്തമാനമാണ് കിട്ടിയത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിക്കാലിന്റെ പ്രാരംഭ ദിശയിലേക്ക് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഗർഭിണിയാ. ആ ക്രിട്ടിക്കൽ അവസ്ഥ കടന്നിട്ട് അൽഹംദുലില്ലാഹ് അതറിഞ്ഞ ആദ്യം തന്നെ വീട്ടിൽ വിളിച്ചു പറയുമ്പോ, ഉമ്മായിക്ക് സന്തോഷമുണ്ടാകുമ്പോ, ഉപ്പായിക്ക് സന്തോഷമുണ്ടാകുമ്പോ, പെങ്ങന്മാർക്ക് സന്തോഷമുണ്ടാകുമ്പോ, സഹോദരങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോ, ഉമ്മയോടും ഉപ്പയോടും സഹോദരങ്ങളെ ഉമ്മയോടും ഉപ്പയോടും പറയുന്നു, അടുത്ത ആഴ്ച ഇവളെ ഞാൻ കയറ്റി ഗൾഫിലെ അവിടുന്ന് നാട്ടിലേക്ക് വിടുകയാ, ഒന്ന് സൂക്ഷിച്ചൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹു ഇത്രയും വലിയ നിഅമത്ത് ചെയ്തല്ലേ. അല്ലാഹു മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കുമാറാകട്ടെ. അങ്ങനെ അവൾ എന്ത് ചെയ്തു? അവള് എയർപോർട്ടിൽ എവിടുത്തെ ദുബൈയിൽ എയർപോർട്ട്, ഇവിടെ അല്ല, ദുബൈ എയർപോർട്ടിൽ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ അങ്ങനെ ടാറ്റാക്കെ പറഞ്ഞു. സലാമോ എന്തുമായിരുന്നാലും, ഏത് അത് സലാമായിരുന്നാലും പറഞ്ഞു കയറി അകത്ത് കയറി. എവിടെ വന്നിരുന്നു? ഫ്ലൈറ്റ് വരാൻ കുറച്ച് സമയമുണ്ട്, ലേറ്റ് ഉണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സന്തോഷത്തോടെ റബ്ബ് തന്ന നിഅമത്തുമായി മുന്നോട്ട് പോകുന്ന പെണ്ണ്, ആ പെണ്ണിരിക്കുമ്പോ തൊട്ടടുത്തതാ മറ്റൊരു മലയാളി വന്നിരിക്കുകയാ.
മറ്റേതോ നാട്ടിലുള്ളവര് മലയാളി വന്ന് തൊട്ടടുത്ത സീറ്റിൽ വന്ന് സ്ഥാനം പിടിക്കുമ്പോ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെ പരസ്പരം ഒന്ന് പരിചയപ്പെടാ തുടങ്ങുകയാ. മണിക്കൂറുകൾ, തുച്ഛമായ മണിക്കൂറുകൾ മാത്രമുള്ള പരിചയവാ. അറിയണേ അറിയണേ, ലോകത്തിന്റെ ദുരന്താവസ്ഥ അറിയണേ. പെങ്ങന്മാരുടെ മനസ്സിന്റെ മലീമസമായ ചുറ്റുപാടിനെ അറിയണേ. അവരെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ മാറ്റിവെച്ചതിന്റെ ദുരന്ത കഥ അറിയണേ. അള്ളാഹുവിന്റെ പരലോകത്ത്, മരണമില്ലാത്ത ലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത പെങ്ങളെ അറിയണേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഹൃദയം നൊന്തല്ലാതെ ഇതിനെ കേൾക്കരുതേ. ഹൃദയം നൊന്ത് മാത്രമേ ഇതിനെ കേൾക്കാവൂ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മണിക്കൂറുകൾ കൊണ്ട് മാത്രം പരിചയപ്പെട്ട ആ സഹോദരിയും സഹോദരനും ആ രണ്ടുപേര് പ്രണയത്തിലാവുകയാ. ഫ്ലൈറ്റിൽ അവരൊന്നിച്ചിരിക്കുകയാ. അവരിറങ്ങാനുള്ളത് ഒരേ എയർപോർട്ടിലാ. എയർപോർട്ടിൽ ഇറങ്ങുകയാ. അവരെ കാത്തു നിൽക്കുന്നു. പുറത്ത് ഉമ്മ കാത്തു നിൽക്കുന്നു, ബാപ്പ കാത്തു നിൽക്കുന്നു. സന്തോഷമായൊരു സുവിശേഷവുമായിട്ടല്ലേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബക്കാര് പലരുമുണ്ട്. നല്ലൊരു വാഹനവും പുറത്ത് നിന്നുകൊണ്ട് ആ പെണ്ണിനെ കാത്തു നിൽക്കുമ്പോ അവരുടെ കണ്ണ് വെട്ടിച്ച എയർപോർട്ടിലൂടെ ആ മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള കാമകനുമായി അവരോടൊപ്പം യാത്ര ചെയ്തു പോകുന്ന പെണ്ണ്, നീ ഏത് ഭൂമിയിലാ ജീവിക്കുന്നത്? അല്ലാഹുവിന് പരിചയമില്ലാത്ത ഭൂമിയിലാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ തുടങ്ങി ഡസൻ കണക്കിന് റിപ്പോർട്ടുകൾ കൊണ്ട് വല്ലാതെ നുറങ്ങുന്ന ഹൃദയങ്ങള് ഒരുപാട് ഹൃദയങ്ങളുണ്ട്. അതറിഞ്ഞപ്പോ തന്നെ അവന്റെ മനസ്സിന്റെ പിടപ്പ് എത്രയായിരിക്കും, അവന്റെ മനസ്സിന്റെ വേദന എത്രയായിരിക്കും. അവനെ ആര് സമാധാനിപ്പിക്കാൻ പറ്റൂ? അവനെ ആര് സമാശ്വസിക്കാൻ പറ്റൂ? ഏത് വാക്കുകളാണ് അവന്റെ ഹൃദയത്തിന്റെ താപത്തെ തണുപ്പിക്കുന്നത്? അതുകൊണ്ട് പെങ്ങളെ, 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 റബ്ബിന്റെ കോർട്ടിൽ നിനക്ക് സുന്ദരമായ സ്വർഗമുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കാതെ അവന്റെ വീടും അവന്റെ സമ്പത്തും അവന്റെ സന്താനവും അവനുമായി ബന്ധപ്പെടുന്നതിൽ പൂർണ്ണമായ സുരക്ഷിതത്വം കൊടുത്തുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് കഷ്ടപ്പെടാൻ പോയ ഭർത്താവിന് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ പറയുന്നതിനപ്പുറവാ, അല്ലാഹു നൽകുന്ന നിഅമത്തുകൾ പറയുന്നതിനപ്പുറവാ, പടച്ചവനും തരുന്ന സ്വർഗം പറയുന്നതിനപ്പുറവാ. പെണ്ണന്മാരെ, അല്ലാഹു ആശീർവദിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള കഥകൾ കേട്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ കേരളം. നമ്മുടെ കേരളം സാംസ്കാരിക സമ്പന്നമായ കേരളം, അഭ്യസ്ത വിദ്യരായ ആളുകളുടെ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ കാമുകന് കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യമാരുടെ കാലം. എന്നിട്ട് വീട്ടിലേക്ക് വരാനുള്ള അടയാളം പറഞ്ഞു കൊടുക്കുക, ഭർത്താവിന്റെ രൂപം പറഞ്ഞു കൊടുക്കുക. റിപ്പോർട്ടുള്ള ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാനത് പറയാതിരിക്കാൻ നിർവാഹം. ഭർത്താവിന്റെ രൂപം, ആ പഹയൻ ഇങ്ങനെ ഉണ്ടാവും, ആള് ഇന്ന സമയത്ത് ഇന്നടുത്ത് ഉണ്ടാവും, അവൻ ഇങ്ങനെയുള്ള ആളാണ്, കണ്ടാ തട്ടിയേക്കാൻ. ആരാ പറയുന്നത്? ഭാര്യ. ആർക്കാ കൊട്ടേഷൻ കൊടുക്കുന്നത്? കാമുകൻ വന്നു, അവസാനം അവനെ കിട്ടിയില്ല, അവൻ കുതറി ഓടി. അവസാനം കിട്ടിയത് ആരെയാ? അമ്മയ്ക്ക് കൊടുത്ത് വിട്ട് മോളെയും വെട്ടിക്കൊന്നു. ആറ്റിങ്ങൽ നടന്ന സംഭവം. ആറ്റിങ്ങൽ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ പണിയാ, വിദ്യാഭ്യാസത്തിനോടൊന്നുമല്ല, ടെക്നോ പാർക്കിലാ ജോലി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പെങ്ങന്മാരോട് ഞാൻ ഒരൊറ്റ സംഭവം കൂടി പറയും. ഇതാണത്. നിങ്ങൾ ഏതെങ്കിലും ഭർത്താക്കന്മാർ, പ്രവാസികളായ ഭർത്താക്കന്മാരെ വഞ്ചിക്കാനുള്ള ഏതെങ്കിലും ചിന്താഗതികളുടെ അംശങ്ങളുടെ മൂടുപടങ്ങൾ നിങ്ങളുടെ അന്തരാളത്തിൽ അനാവശ്യമായി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് ഡിസ്കണക്ട് ആക്കണം. അല്ലെങ്കിൽ ഈ ലോകത്ത് അള്ളാഹു നിങ്ങളെ പാഠം പഠിക്കും. ഈ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അവസാന സുബ്ഹാന റബ്ബി, എത്ര ആത്മഹത്യ! അപ്പോഴാണല്ലോ പുറത്തറിയുന്ന കേസുകൾ. ഏതൊക്കെയോ റെയിൽവേ ട്രാക്കിൽ എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് ബോഡിയുടെ കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെയുള്ള ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനോട് പോയതിന് അല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുത്ത ശിക്ഷയാ. പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റുമോ? അവസാനം ഇത് തന്നെ. ലോഡ്ജിൽ വെച്ച് ജീവൻ ഒടുക്കേണ്ടി വന്ന കഥകൾ, സമുദ്രത്തിലേക്ക് ചാടിച്ചത്ത കഥകൾ,
അല്ലേ? വലിയ തേൻ പൊഴിയുന്ന പഞ്ചസാര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ കൊണ്ടുപോകുമ്പോൾ, ഏതെങ്കിലും ശാരീരികമായ സ്വാന്തന വാക്കുകൾ പറഞ്ഞ് നിന്നെ കൊണ്ടുപോകുമ്പോൾ, പിന്നെ നിന്റെ ജീവിതം ആ ജീവിതത്തിന്റെ തിരശ്ശീല വീഴും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു കേസ് പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയം ചുരുക്കുക. തൃശ്ശൂർ ഇല്ലല്ലേ ഇത്? ആണോ? ആണ്. അതും തൽക്കാലം ഉണ്ടാക്കുന്നില്ല, അഡ്രസ് പറയുന്നില്ല. ചിലപ്പോ അവരുടെ കുടുംബക്കാരോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ വിഷയങ്ങൾ അറിയുന്നവർ മനസ്സിരുന്നു. എങ്കിലും ഞാൻ പറയാം, ചിന്തിക്കാൻ. എന്തിനായി പോയിന്റ് പറയുന്നത്? എന്തിനായി വിഷയം പറഞ്ഞാൽ എന്റെ വിഷയം പൂർത്തിയാക്കുന്നത്? ഭർത്താക്കന്മാരെ വഞ്ചിച്ചാൽ, ആരുമാകട്ടെ, പ്രവാസികളായിരുന്നാലും നാട്ടിലുള്ളവരായിരുന്നാലും എവിടെ ഉണ്ടായിരുന്നാലും അവരെ വഞ്ചിച്ചാൽ, പ്രത്യേകിച്ച് പ്രവാസികളായ ഭർത്താക്കന്മാരെ വഞ്ചിച്ചാൽ അള്ളാഹു പാഠം പഠിപ്പിക്കും. 100% ഉറപ്പ്. ദുനിയാവിൽ നിന്നതാ, പിന്നെ ആഖിറത്തിലെ കാര്യം പറയാനില്ല, ഖബറിലെ കാര്യം പറയാനില്ല. ആ രംഗത്തെ കുറിച്ച് വിശദീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ വാക്കുകൾക്ക് അതീതമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ, ഭാര്യമാരെ, ഉമ്മമാരെ എല്ലാവരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മമാരെ എന്ന് പറയണമായിരുന്നു ഉസ്താദെ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. പ്രായമൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞ് മുമ്പായിരുന്നു. പ്രായവും പരിധിയൊന്നുമില്ല. ഇറങ്ങിപ്പോകുന്നതിന് എത്ര മക്കളുടെ എണ്ണം, മക്കളുടെ തള്ളമാരും ഇറങ്ങിപ്പോകുന്ന കാലം. സുബ്ഹാനല്ലാഹ്. കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം. ഇപ്പൊ ഞാൻ 45 വയസ്സിന്റെ ഒരു കേസ്. എന്താ വിഷയം? മോള് അമ്മയെടുത്ത് വിളിച്ചു പറഞ്ഞു, അമ്മ എന്റെ അപ്പുറത്ത് 23 വയസ്സുകാരനായ ഒരാൾ ഗൾഫിൽ വന്നിട്ടുണ്ട്, എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മ വിളിച്ച് ശരിക്കും ഒന്ന് ശകാരിക്കുക. അമ്മ വിളിച്ചു, ചീത്ത വിളിച്ചു, ഇങ്ങനെ വിളിച്ചു. അവസാനം അമ്മ അവനും കൂടെ കണക്ട് ആയി. ഇപ്പൊ രണ്ടുകൂടെ ഇറങ്ങിപ്പോയി. വിശദീകരിക്കുന്നില്ല, അതുകൊണ്ട് അത് പെട്ട 2 വാക്കുകൾ പറഞ്ഞു. അവർ രണ്ടുപേരുടെ കണക്ഷനായി ഇറങ്ങിപ്പോയി. 3 മക്കളുടെ തള്ള 45 വയസ്സുകാരി 23 വയസ്സുകാരനോടൊപ്പം പോയി. നിങ്ങൾ കായംകുളം എന്ന് പറയുന്ന പ്രദേശം കൊച്ചുണ്ണിയെ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തമായതാ. കായംകുളം കൊച്ചുണ്ണി, റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ കായംകുളം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ആ കേസ് അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയുവോ? കൂട്ടത്തിൽ ഞാൻ പറയുന്നു, ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവാ. വാങ്ങാനല്ല, ഒരു ബക്കറ്റേ ഉള്ളൂ, കച്ചവടത്തിനൊന്നുമല്ല. നിങ്ങൾ അതിലേക്ക് നല്ല സംഭാവനകളുണ്ട്, നല്ല ഹദിയ. ഇനി ഒരാൾ ഇനി എഴുന്നേക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവർ വന്നത് വഅദ് കേൾക്കാനല്ല, അത് കാമിലായ രൂപത്തിൽ നല്ല ഒരു ദുആ കിട്ടാനും അല്ല. അവരെന്തെങ്കിലും കൊടുക്കുന്നതിനെ ഭയപ്പെടുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. അതിനപ്പുറത്തെയൊന്നും പറഞ്ഞ് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ കേട്ടോ. അല്ലാഹു ബർക്കത്ത്. എന്റെ പ്രിയപ്പെട്ട കുറച്ച് സഹോദരങ്ങൾ പുറത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒഴിഞ്ഞ ചെയറുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്നാൽ ആ കസേരകൾ ഇസ്റാഫിന്റെ വട്ടിയിൽ കൊടുക്കും. അതിപ്പോ അത് വേണ്ടായിരുന്നല്ലോ, അത് ഇസ്റാഫായില്ലേ, അത് അമിതമായില്ലേ. അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കുമ്പോ ഈ കസേരകൾ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക, എന്നെ ക്ഷണിക്കുന്നതിനേക്കാളും ഇൽമിന്റെ സദസ്സിലാണ്. നമുക്ക് ദുആരക്കാം. അൽഹംദുലില്ലാ പല കാര്യങ്ങളും ഈ മജ്ലിസിൽ വന്ന് നിങ്ങൾ ആമീൻ പറഞ്ഞതിന്റെ പവറിൽ അല്ലാഹു സാധൂകരിപ്പിച്ചു കൊടുത്ത പല സുവിശേഷങ്ങളും അറിയാൻ ഈ പാവപ്പെട്ട എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അല്ലാഹു നിഅമത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ വർഷം ഇതേപോലെ നല്ല അച്ചടക്കത്തോടെ റാഹത്തോടെ പറയുന്നത് കേട്ട് ആമീൻ പറഞ്ഞതിന്റെ പേരിൽ പല കാര്യങ്ങളും അല്ലാഹു റാഹത്താക്കി കൊടുത്തതിന്റെ പല അടയാളങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ആലിമീങ്ങളോട് മഹബത്തുള്ളൊരു നാടാണ്, ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറയില്ല. ഇൽമിനോട് മഹബത്തുള്ള നാടാണ്, ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ഇഅ്തിഖാദിൽ മുന്നോട്ട് പോകണം. നമ്മുടെ വിശ്വാസ സംഹിതയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു മലീമസമായ വിശ്വാസത്തിന്റെ ചുറ്റുപാടും ഉണ്ടാകരുതേ എന്ന് അതിയായി ആഗ്രഹിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ആളുകളും ഒന്നിച്ച് സന്തോഷിച്ചു പോകുന്ന നാടാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് യഥാർത്ഥ പ്രവാസികളായ ഒറിജിനൽ പ്രവാസികളായ നമ്മളെല്ലാ ആളുകളും ഇനി പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സമ്പത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു സന്തോഷത്തെയും സുവിശേഷത്തെയും സ്വർഗത്തെയും അനുഗ്രഹത്തെയും റഹ്മത്തിനെയും തുറക്കുന്ന താക്കോൽ. അല്ലാഹു അവസാന സമയം പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു സഹോദരൻ
ആ സഹോദരൻ വിദേശത്താ സഹോദരങ്ങളെ. ആ സഹോദരന്റെ അഭിലാഷമുണ്ടായിരുന്നു. എന്താണ് അഭിലാഷമെന്നറിയുവോ? സഹോദരങ്ങളെ? ഒരു വീട് വെക്കണം. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടായിരുന്നാലും വേണ്ടിയില്ല, എങ്ങനെയൊക്കെ പ്രയാസം സഹിച്ചാണെങ്കിലും വേണ്ടിയില്ല, ദുരിതങ്ങൾ എത്ര പേറിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, സ്വന്തമായിട്ടൊരു കൂര എനിക്ക് ഉണ്ടാക്കണമല്ലോ. ആ സഹോദരന്റെ പഴയ ഒരു വീടാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങളായി പണിയെടുത്തുണ്ടാക്കിയ 1 ലക്ഷം രൂപ ആദ്യ ഗഡുവൊന്നും അയച്ചു കൊടുത്തു. വീട്ടിലാരുണ്ട്? ഭാര്യയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഉപ്പ പ്രായം ചെന്ന അസുഖക്കാരനാണ്, ഉമ്മ വീട്ടുജോലിയായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. പിന്നെ ഇച്ചിരി ചുറിയൂർക്കുള്ള ആരേ ഉള്ളൂ? തന്റെ ഭാര്യയുള്ളൂ. എന്തായിരുന്നാലും ഭാര്യയുടെ പേരിൽ തന്നെ പൈസ അയച്ചു കൊടുത്തു 1 ലക്ഷം രൂപ. എങ്ങനായിരുന്നാലും ഉപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പണി ഇങ്ങനെ റാഹത്തായിട്ടൊന്ന് തട്ടിക്കൂട്ടിയെങ്കിലും വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്തെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ച് ഉപ്പ പണിക്കാരെ തിരക്കി ഇറങ്ങി. അങ്ങനെ പണിക്കാരെ കിട്ടി. ഏതാണ്ട് കളിക്കവള ഭാഗത്ത്, കളിക്കവളയിലായിരുന്നു എനിക്ക് മെനിഞ്ഞാന്ന് പ്രഭാഷണം. തമിഴ്നാട്, അതായത് തമിഴ്നാട്ടിൽ കൂടെ കറങ്ങി കേരളത്തിൽ വന്നു. അതിന്റെ ബോർഡറാ. ഒരു റോഡിൽ കൂടെ കറങ്ങി വന്നപ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റ്. അവർ പറഞ്ഞു അപ്പുറത്ത് തമിഴ്നാട്, ഇപ്പുറത്ത് കേരളം. കളിക്കവള. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള പണിക്കാരായിരുന്നു. അവരിങ്ങനെ പിന്നെ ടെന്റ് അടിച്ചെവിടെയോ താമസിക്കണം ആ പരിസരം. അങ്ങനെ പോയി പറഞ്ഞു ഞങ്ങളുടെ വീട് പണിയെടുക്കണം. എന്റെ മരുമോന് ഗൾഫിലാണ്, പൈസ അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും ഇത്രയും മെയിൻ്റെനൻസ് പണിയൊക്കെ ഉണ്ടെന്ന് ആ മേൽക്കൂരയൊക്കെ മാറ്റി നല്ല ഉഷാറാക്കി ഒന്ന് റാഹത്താക്കണം എന്നൊക്കെ പറഞ്ഞു. പണിക്ക് വന്നു. ആ പണിക്ക് വന്ന സഹോദരങ്ങൾ, ആശാരിമാർ, മേശരിമാർ, എന്റെ പ്രിയപ്പെട്ടവരെ, അവര് പണി ചെയ്യാൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങളോളം അവര് പണിയെടുത്ത് മുന്നോട്ട് പോകുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വെള്ളം കൊടുക്കാനും ആവശ്യ വസ്തുക്കൾ കൊടുക്കാനും ഉമ്മയും ഉപ്പയും ഈ പൊന്നുമോളെ ഏൽപ്പിക്കുമ്പോ അതിലൊരു മേശരിക്ക് വല്ലാത്ത ദാഹം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അങ്ങനെയുണ്ടല്ലോ, ചിലർക്ക് ഭയങ്കര ദാഹമാണ്. ചില സമയത്ത് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. എത്ര കുടിച്ചാലും കുടിച്ചതറിയത്തില്ല. ചിലപ്പോൾ ഒഴിച്ചു കളയുന്നതായിരിക്കും, എന്തുവാകട്ടെ. ഇങ്ങനെ ഒരു മേശരിക്ക് വല്ലാത്ത ദാഹം. അവളിങ്ങനെ വെള്ളം കൊടുത്ത് അവള് പഠിച്ചു. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മേശരി തന്റെ മനസ്സിലുള്ള ആഗ്രഹം അവളോട് പറയുമ്പോ, തമാശ രൂപത്തിൽ പലതും പറയുമ്പോ, അവളും ആ സ്വകാര്യ സംഭാഷണത്തെ ഈമാനില്ലാത്ത പെണ്ണ്, ഭർത്താവിനെ മറന്നുപോയ പെണ്ണ്, സ്വർഗത്തെ മറന്നുപോയ പെണ്ണ്, നരകത്തെ മറന്നുപോയ പെണ്ണ്, പരലോക ജീവിതത്തെ മറന്നുപോയ പെണ്ണ്, അവളും ആ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയാ. ആദ്യം ഒരു തമാശക്കായിരുന്നു, അവസാനം കളി കാര്യമായി. മനസ്സല്ലേ പിടിച്ചാ കിട്ടുവോ? മനസ്സല്ലേ പെണ്ണെ പിടിച്ചാ കിട്ടുവോ? നീ പല തമാശ കാണിച്ച അവസാനം ദുരന്തമേറ്റുവാങ്ങിയ ആയിരക്കണക്കിന് കഥകളില്ലേ പൊന്നുമോള്? അതുകൊണ്ട് പിടിച്ചാ കിട്ടാത്ത മനസ്സ് എന്റെ പ്രിയപ്പെട്ടവരെ, കളിക്കവളയിലുള്ള ആ മേസരിക്കാരൻ അടിച്ചു മാറ്റി പൊന്നുമോളെ. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, സമയമില്ല. അവര് തമ്മിൽ നല്ല കാര്യമായിട്ട് ക്ലോസായി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവസാനം അവൻ പറഞ്ഞു, മുത്തേ, നമുക്ക് ഇങ്ങനെ പോയാൻ പറ്റൂല, നമുക്ക് ഇവിടുന്ന് നാട് വിടണം, അല്ലാതെ നമുക്കൊരു സമാധാനമില്ല. ആള് മുസ്ലിമൊന്നുമല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് വിഭാഗക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല, അവന്റെ ഉദ്ദേശമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ തെറ്റിദ്ധാരണക്കിടയാവും. പറയേണ്ടി വന്നാൽ പറയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണം. അവളും പറയുകയാ, എന്റെ മനസ്സിനോ സമാധാനമില്ല, നമുക്കും ഒന്ന് സ്വൈര്യവികാരം നടത്തണമെന്ന് സ്വൈര്യമായി സംതരിക്കണം. ഒരു ഡേറ്റ് കണ്ട് തീരുമാനിച്ചു. രാത്രി ഞാൻ വന്ന് വിളിക്കാറുണ്ട്. ഇറങ്ങിത്തിരിച്ചു സഹോദരങ്ങളെ. രണ്ടുപേരും പോവുകയാ. കളിക്കവിളയിലേക്ക് പാറിപ്പറന്ന് പോവുകയാ. പോകുമ്പോൾ അവിടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണങ്ങളും
മുഴുവൻ സ്വർണങ്ങളും എടുക്കുകയാ. പണിക്ക് വേണ്ടി പാവപ്പെട്ട ഭർത്താവ് അയച്ചു തന്ന 1,00,000 രൂപയും അവൾ എടുത്തുകൊണ്ട് കടന്നുപോയാ. സഹോദരങ്ങളെ ചിന്തിക്കടേ. ആ മേസരയോടൊത്ത് ആ കാഫറിനോടൊത്ത് ഇറങ്ങിപ്പോവുകയാ. കളിക്കുള്ള ഭാഗത്ത് അവളുടെ പണം ഉപയോഗിച്ച് അദ്ദേഹം ഒരു തടിക്കച്ചവടമൊക്കെ തുടങ്ങി. അവസാനം പണം തീർന്നപ്പോ അവന്റെ കോള് മാറാൻ തുടങ്ങി. ഇങ്ങനെ വാടകയ്ക്കെടുത്ത് ഇങ്ങനെ ഉഷാറായിട്ട് പോയി. അവസാനം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച കഴിഞ്ഞപ്പോ പട്ടച്ചാരായം അടിച്ചുകൊണ്ട് വരികയാ കാമുകൻ. പട്ടച്ചാരായവും അടിച്ചുകൊണ്ട് വരികയാ. ആദ്യം കുടിച്ചു കൂത്താടിക്കൊണ്ടോ തേറി പറന്നുകൊണ്ട് കടന്നുറങ്ങുന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് കരയുന്ന സഹോദരി, കരയുന്ന പൊന്നുമോളെ, നീ കരയേണ്ടത് അതിനു മുമ്പായിരുന്നു മോളെ. സാധനം നോക്കുമ്പോ പിന്നെ ചാരായം കുടി. പകലും പാതിരാവിലും ചാരായം കുടിച്ചുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം അതാ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ശരിക്കും കൊടുപ്പിച്ച് കൂട്ടുകാരന് മനസ്സിലായി ഒരു മുതലവന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു മുതലവന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ കൂട്ടുകാർ അവനെ വേണ്ടുവോളം കുടിപ്പിച്ച് ബോധം കെടുത്തിക്കൊണ്ട് കൊണ്ടുവരികയാ. വീട്ടിലേക്ക് താങ്ങിയെടുത്ത് കിടത്തിയിട്ട് ഇവളെ അവന് കൈകാര്യം ചെയ്യാ പോവുകയാ. ഒന്നാലോചിക്കണേ. അതിന്റെ ഇടയ്ക്ക് വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടിയും ഉണ്ടായിട്ടുണ്ട്, മറന്നു പോകണ്ട. വിചാരത്തിലുണ്ടായ ഒരു കുട്ടിയുമുണ്ട്. അവസാനം അവളെ നശിപ്പിച്ചപ്പോ അവസാനം ഗത്യന്തരമില്ലാതെ വീട് വിട്ടിറങ്ങി ഓടുകയാ. പാതിരാവിലിറങ്ങി ഓടുകയാ. അപ്പോഴാ അലമുറയിട്ട് കരയുന്നത്, അപ്പോഴാ ജീവിതത്തിന്റെ ബല മനസ്സിലാകുന്നത്, അപ്പോഴാ പാവപ്പെട്ട ഭർത്താവിന്റെ സ്നേഹമസ്ത്രമായ ആ ജീവിതത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്, അപ്പോഴാ ഉമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത്, അപ്പോഴാ വാപ്പയെക്കുറിച്ച് ചിന്തിക്കുന്നത്, അപ്പോഴോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ പച്ചപ്പുകളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാ സഹോദരങ്ങള് അവൾ ഇറങ്ങി ഓടുകയാ. ഓടി തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയോ എത്തിപ്പെട്ടു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അവളെത്തിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ വിചാരിച്ചു ഇനി വീട്ടിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. കാരണം ആരൊക്കെ എതിർത്താലും ഉമ്മ ചിലപ്പോ രഹസ്യമായിട്ടെങ്കിലും ആ ഒന്ന് കരഞ്ഞുകൊണ്ടെങ്കിലും എന്നെ സമാധാനിപ്പിക്കുമെന്ന് വിചാരിച്ച് സുബ്ഹാനല്ലാഹ്, അതാ വീട്ടിലേക്ക് വിളിക്കുമ്പോ അടുത്ത വീട്ടിലേക്ക് അവള് വിളിച്ചത്. വീട്ടിലേക്ക് വിളിക്കാൻ ധൈര്യം ഉണ്ടായില്ല. പശ്ചാത്തലമൊക്കെ ഒന്ന് ന്യൂട്രലോടെ അറിയാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവൾക്കറിയാൻ പറ്റിയ വിഷയം എന്താണെന്നറിയോ? ആ പെണ്ണിറങ്ങിപ്പോയതിന്റെ പേരില്, മരുമോൾ ഇറങ്ങിപ്പോയതിന്റെ പേരില് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയോ ഹൃദയം പൊട്ടി മരിച്ചുപോയി. ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത വേദന വന്നപ്പോ അവർ രണ്ടുപേരും ലോകത്തോട് വിട പറന്നു പോയ സംഭവം കേട്ട് തരിച്ചു നിന്നുപോയ സഹോദരി, തന്റെ ജീവിതത്തിന് എവിടെയായി അവസരമുണ്ടാവുക? നിങ്ങളെ ഭർത്താവിനെ വന്ദിച്ച അല്ലാഹു ദുനിയാവിൽ വെറുതെ വിടൂല പൊന്നുമോളെ. അറിയണം, അവസാനം അവളവിടെ ഇരുന്നു. ഇരുന്നപ്പോ ഒരു പെണ്ണ് വന്നു. പെണ്ണ് നോക്കുമ്പോ എന്തോ വിഷമിച്ചിരിക്കുന്നു. എന്താ പറ്റി? കൈക്കുഞ്ഞുമായിരിക്കുക. എന്തു പറ്റി? A to Z കാര്യങ്ങൾ അവളോട് പറഞ്ഞോളൂ. അവളാരായിരുന്നു? അവിടുത്തെ ഏറ്റവും വലിയ സെക്സ് ഡോക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു. അവൾക്കും കിട്ടി ഒരര. അവള് പറഞ്ഞു, നിനക്ക് സേഫ് ആയിട്ട് ഇടം ഞാൻ തരാം, പേടിക്കണ്ട. ഇനിയിപ്പോ ഈ സമയത്ത് ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല. തമ്പാനൂര ആളുകളൊക്കെ പോകും, പിന്നെ നീ ഒറ്റപ്പെട്ടു പോകും. നിനക്ക് കഴിയാൻ സേഫായിട്ടൊരു സ്ഥലം തരാം, പോരെ. അവളെ കൂടെ പോയി. അവസാനം എണ്ണ ഒന്നും അറിയാൻ ഈ ആളുകൾ പരമാവധി അവളെ ഉപയോഗിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. അവസാനമായിട്ട് അവളെ എങ്ങനെയാണ് ഈ ഹിസ്റ്ററിയൊക്കെ പുറത്തു പറഞ്ഞത്, എങ്ങനെയാണ് ലോകം ഈ വിഷയം A to Z മനസ്സിലാക്കിയത്?
വർക്കല സ്വദേശിയായ തിരുവനന്തപുരം ജില്ല വർക്കല സ്വദേശിയായ വെട്ടൂരുകാരനായ അൻഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ താൻ മെഡിക്കൽ കോളേജ് പരിസരത്തുകൂടി നടന്നു പോകുമ്പോൾ മെഡിക്കൽ കോളേജിൽ തന്റെ ബന്ധുക്കാർ ആരെയോ കാണാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ആ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഓടയുടെ സൈഡിലായിട്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ പുഴുവരിച്ച് കിടക്കുന്നു. ജീവൻ മാത്രമുണ്ട്. അടുത്തിരുന്നൊരു ഒരു ചെറിയ കുഞ്ഞിരുന്ന് കരയുന്നുണ്ട്. ആളുകളൊക്കെ കാഴ്ചക്കാരായി ചുറ്റും കൂടിയിട്ടുണ്ട്. ആ അൻഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പരിസരത്ത് നിന്ന് അല്പം ഹൃദയമുള്ള ആളുകളെയും ഒരുമിച്ച് കൂട്ടി പെണ്ണിനെയും താങ്ങിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ട്രീറ്റ് ചെയ്തു. അവസാനം അൻഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ നമ്പരായിരുന്നു കൊടുത്തിട്ടുള്ളത്. തുച്ഛമായ സമയം കഴിഞ്ഞപ്പോൾ അൻഷാദിന്റെ ഫോണിലേക്ക് ഡോക്ടർ കോൾ ചെയ്യുകയാണ്. ആരാ എവളെ കുറിച്ച് നിനക്ക് വല്ലതും അറിയുവോ? എവളുടെ രോഗം എന്താണെന്നറിയുവോ? എവളുടെ ഗുരുതരമായ രോഗത്തെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അത്ഭുതത്തോടെ അൻഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡോക്ടറോട് ചോദിച്ചു, എന്ത് പറ്റി ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറയുന്നു, എവൾ കഠിനമായ എയ്ഡ്സ് രോഗിയാണ്. ഇഞ്ചിഞ്ചായിട്ട് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, ശരീരത്തിൽ പിടിവരിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ എയ്ഡ്സ് രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരന്റെ ഹൃദയം പ്രകമ്പനം കൊണ്ടു. ആ സഹോദരൻ ജീവൻ അവശേഷിക്കുന്ന ആ സഹോദരിയുടെ സമീപത്ത് ബോധം തെളിഞ്ഞ് അവളോട് ചോദിച്ചപ്പോൾ ഉള്ള ജീവൻ വെച്ച് കണ്ണുനീരോട് അവളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ആ പുറം ലോകം അറിയുന്നു. ഞാൻ പറഞ്ഞതെന്തിനാ ഭർത്താക്കന്മാരെ വഞ്ചിച്ചാൽ അല്ലാഹു പാഠം പഠിപ്പിക്കും. പക്ഷേ ഒരു പെങ്ങന്മാരും ചിലര് കടിച്ചിറക്കി ജീവിക്കുന്നവരുണ്ട്, പുറത്തു പറയൂല, നാണക്കേടുകാർ. അവരുടെ കഥകൾ പറഞ്ഞാൽ കലാപ കലുഷിതമായ അന്തരീക്ഷമുണ്ടാകും. അതുകൊണ്ട് അവസാനം ദുരന്തത്തിലേക്കെടുത്ത് ചാടുന്നതിന് മുമ്പ്, ഏതെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നതിന് മുമ്പ് വലിയ അപകടങ്ങളുടെ തുടർക്കഥയാണ്. കുഴപ്പമില്ല, ചെറുതല്ലേ, മിസ് കോളല്ലേ, ഒരു കോളല്ലേ, ഒരു ചാറ്റിംഗ് അല്ലേ, ഒരു ലൈക്കല്ലേ, ഷെയറല്ലേ, അത് വലിയ അപകടങ്ങളിലേക്കുള്ള തുടക്കമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആത്മാർത്ഥമായി ഇഖ്ലാസോടെ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളങ്ങ് ഗൾഫിൽ പോയിട്ട് അവരെ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അവര് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന നല്ല പെങ്ങന്മാരായിട്ട് നാട്ടിലുണ്ടാവുമ്പോൾ പല പരീക്ഷണവും നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകും. വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പല പരീക്ഷണവും മുമ്പിലൂടെ കടന്നു പോകും. അവസരങ്ങളുടെ ഘോഷയാത്രയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ഗൾഫ് നാടുകൾ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട്, കുടുംബത്തിനെ മറക്കാതെ, കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷത്തോടുകൂടി പ്രവാസികൾ മുന്നോട്ട് പോകണമെന്ന് അവരോട് അവസാന വാക്കായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ആളുകളും ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് മൗലായ സ്വല്ലി വസൽ. കുറച്ച് ഇരുന്നോളി എഴുന്നേൽക്കണം, ഞാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ്. കുറച്ച് സ്വലാത്ത് ഇല്ല, മൗലായ സ്വല്ലി വസൽ. കുറച്ച് എല്ലാവരും കുറച്ച്. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ മൗലായ സ്വല്ലി വസല്ലം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒരു ചെറിയ ദുആരക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ സഹോദരങ്ങളെല്ലാവരും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. 2-3 ദിവസത്തെ പ്രഭാഷണം, 4 ദിവസത്തെ പ്രഭാഷണം, 4 ദിവസത്തെ പ്രഭാഷണത്തിന് വേണ്ടി 4 മാസത്തിന് മുമ്പേ അവരൊരുങ്ങി തുടങ്ങി. നിങ്ങൾക്കിപ്പോൾ ചെയറിലേക്ക് നിങ്ങളെ വിളിച്ചു. ഇരിക്കാൻ മടിയുള്ളവരുണ്ടാവും, ഒരല്പസമയം നിങ്ങൾ ഇരിക്കണേ എന്ന് പറഞ്ഞാൽ മടിയുള്ളവരുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത കഷ്ടമാണ്, വല്ലാത്ത വേദനയുള്ളതാ. കാരണം ഉറക്കമില്ല, ഊണില്ല, പണികളെല്ലാം മാറ്റിവെച്ച് ഈ സഹോദരങ്ങള് അവരുടെ ഗാനമേള നടത്താനല്ല ഓടി നടന്നത്, അവര് ഫാൻസി ഡ്രസ് നടത്താനല്ല ഓടി നടന്നത്, അവർ
അവര് മറ്റുള്ള ഹറാമിയത്തിന്റെ പ്രോഗ്രാം നടത്താനല്ല, അവരൊരു ഫിലിം പ്രദർശനം നടത്താനല്ല, അവര് വേറെങ്കിലും തോന്നിവാസങ്ങൾക്ക് ചൂട്ടുപിടിക്കാനല്ല. അള്ളാഹുവിന്റെ വിജ്ഞാനം ഈ നാട്ടുകാരായ ആളുകളും പരിസരവാസികളും കേൾക്കണം, റബ്ബിലേക്ക് അടുക്കണം. സഹോദരിമാര് നന്നാവണം, സഹോദരന്മാര് നന്നാവണം. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് കൂട്ടമായിട്ട് ഖബറിലേക്ക് ദുആ കിട്ടണം. എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിയണമെന്ന നിലക്ക് ആത്മാർത്ഥമായിട്ട് ഓടി നടന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും നല്ല വിശാലമായ കഴിഞ്ഞ വർഷത്തിനേക്കാളും അൽഹംദുലില്ലാഹ് സദസ്സ് നല്ലതുപോലെ ഒന്ന് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് റാഹത്തായിട്ട് അവർ മുന്നോട്ട് വന്നവരാ. അവരെ നിങ്ങൾ സഹായിക്കണം. അവരുടെ കുടുംബത്തെയല്ല, അവരുടെ സാമ്പത്തിക ശേഷിയല്ല, വലിയ ഒരു ലക്ഷ്യം അവരുടെ പിന്നിലുണ്ട്. ഞാൻ ദീർഘമായി പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തവർ, അള്ളാഹു സെലക്ട് ചെയ്തവർ, അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ചവർക്കല്ലാതെ സഹായിക്കാൻ പറ്റൂല. തമ്പുരാനെ തമ്പുരാനെ തമ്പുരാനെ, അവസാനം ഈ ദ്വാരന്നോ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ തമ്പുരാനെ ഇവിടെ നിന്നും പിശാച് വലിച്ചുകൊണ്ടു പോകുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരാമീൻ ഉറച്ചു പറഞ്ഞു. സഹായിക്കുന്നവർക്ക് ഒരാമീൻ പറയാനെങ്കിലും അവസാന സമയം വരെ ആത്മാർത്ഥമായിട്ടിരിക്കാനെങ്കിലും ഇവിടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും തൗഫീഖ് നൽകണേ, അത് നൽകണേ അല്ലാ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു മദ്ഹ് ചൊല്ലി ദുആരക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഖ്ലാസോടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് സഹായിക്കണം. അർഹമുർ റഹീമായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, നാഥനായ അല്ലാ, ഉടമസ്ഥനായ അല്ലാ, പടച്ചവനെ പല സഹോദരിമാരും സഹായിച്ചിട്ടുണ്ട്, സ്വർണം തന്ന് സഹായിച്ചിട്ടുണ്ട്. പെങ്ങളെ നീ വലിയ ഭാഗ്യവതിയുള്ള സഹോദരിയാ. അതുകൊണ്ട് ഏതെങ്കിലും സഹോദരിമാർ സ്വർണം നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്രയും ജനങ്ങൾ ഒന്നിച്ചൊരുമിച്ച് റബ്ബിനോട് ആമീൻ പറയുമ്പോ ഇത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ സാധ്യതയുള്ള സന്ദർഭമാ, സദസാ, സാഹചര്യമാ. ഹബീബിന്റെ മദ്ഹ് ചൊല്ലി ദുആരക്കാൻ പോവുകയാ. അതുകൊണ്ട് ഏതെങ്കിലും സഹോദരിമാർ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടെ സഹായിക്കാൻ സജ്ജരായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളും സഹായത്തിന് മുന്നോട്ട് വരണം. റഹ്മുർ റഹീമായ തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഉറച്ചാമീൻ പറയണം. നിങ്ങൾക്ക് എത്രത്തോളം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ശബ്ദമെടുക്കാൻ പറ്റുമോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധമുണ്ട്. നിങ്ങൾക്ക് മറ്റൊരാളിനോട് ചൂടാവുമ്പോൾ നിങ്ങളുടെ വല്ലാത്ത ശബ്ദം പുറത്തു വരുന്നുണ്ട്. പല ദുനിയവ്യായ കാര്യത്തിനും നിങ്ങളുടെ ശബ്ദം പുറത്തു വരുന്നുണ്ട്. അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് പറയാൻ, ഹബീബിന്റെ മദ്ഹ് ചെല്ലാൻ, അള്ളാഹു പൊരുത്തപ്പെടുന്ന വാക്കുകൾ പറയാൻ അള്ളാഹു തന്ന ശബ്ദം ഒന്ന് ഉയർത്തിയാൽ അവർ വലിയ ഭാഗ്യമുള്ളവരാ. അതുകൊണ്ട് ഉറച്ച ആമീൻ പറയണേ സഹോദരങ്ങളെ. അള്ളാഹുവെ, സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ജീവിതവും മരണവും ഖൈറാക്കണേ അല്ലാ. പടച്ചവനെ, ലക്ഷങ്ങൾ വേണ്ടി വരുന്ന രോഗങ്ങളൊന്നും കൊടുത്തു നീ അവരെ പരീക്ഷിക്കല്ല റബ്ബേ. അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ. കടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. പ്രവാസികളായി കുടുംബങ്ങളിൽ ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ അവരുടെ ജീവിതങ്ങൾ റാഹത്തിലാക്കണേ അല്ലാ. അവരുടെ ജീവിതങ്ങൾ റാഹത്തിലാക്കണേ റബ്ബേ. അവരുടെ ജീവിതങ്ങൾ നീ റാഹത്തിലാക്കണേ അല്ലാ. ഒരു സഹോദരൻ ഇഖ്ലാസോടുകൂടി എന്താണ് ആവശ്യം, റബ്ബ് തന്ന നിഅമത്ത് അല്ലാത്തതൊന്നും നമ്മുടെ കയ്യിലില്ല. അല്ലാഹു തന്ന നിഅമത്തിൽ നിന്നും ഏതെങ്കിലും ഒരു സഹോദരൻ എഴുന്നേറ്റ് നിങ്ങൾക്ക് അല്ലാഹു ഈ സദസ്സിലേക്ക് കൊടുക്കാൻ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ഇഖ്ലാസോടുകൂടി ഒരു ഭാഗ്യവാൻ ആദ്യം തുടങ്ങണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരാൾ ഒന്ന് തുടങ്ങാൻ റാഹത്തായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഹദിയ ഇൻഷാ അല്ലാഹ്, ചെറുതാകട്ടെ വലുതാകട്ടെ, വിസ്മി ചൊല്ലി അല്ലാഹു തന്ന നിഅമത്തിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് പറയാൻ. അല്ലാഹു തന്ന നിഅമത്തിൽ നിന്നും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ആരാളുള്ളത്?
ഒരു സഹോദരൻ എഴുന്നേറ്റ് ബിസ്മി ചൊല്ലി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവാണ് ധനം തരുന്നവൻ, അള്ളാഹു തിരിച്ചെടുത്താൽ ഒരു തലവേദനയ്ക്ക് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കയ്യിൽ ഉള്ളത് തികയൂല എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം. അതുകൊണ്ട് ആത്മാർത്ഥമായി സഹായിക്കണം. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അള്ളാഹു സദസ്സിൽ വെച്ച് ആവശ്യം പൂർത്തിയാക്കിയ അനുഭവമുണ്ട്. അള്ളാഹു നിറവേറ്റി തിരുമാറാൻ ഒരു സഹോദരൻ അൽഹംദുലില്ലാ നമ്മുടെ കാര്യത്തൊക്കെ ഞാൻ മറക്കാണ്. ഞാൻ എപ്പോഴും നോക്കി ഈ തൊക്ക് ഗുണപ്പോ എനിക്ക് പെട്ടെന്നൊരു സംശയം പോലെ അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അതെ, കുറച്ച് ക്ഷീണമുണ്ട്, ഒരിക്കലും വരാൻ ഉള്ള ആഫിയത്ത് ഇപ്പൊ ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ആ സ്നേഹം കൊണ്ട് വന്നാ മോനെ എന്നാ വിളിച്ച ഉസ്താദൊന്നുമല്ല. ഞാൻ പറഞ്ഞു എനിക്കിവിടെ വ്യക്തിപരമായിട്ട് കുറച്ച് ബന്ധമുള്ള നാടാ. മോനെ എന്നാ വിളിക്കുക, ഉപ്പയുമ്മയെന്നാണ് അവരെ സംബന്ധിച്ച് ആ ഉപ്പയുമ്മയെ കുറിച്ച് എന്നോട് പറയാ. വാപ്പ അൽഹംദുലില്ലാ. ആ ഖാലിദ് സാഹിബ് തന്നെ അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അസുഖങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കുറച്ച് അസുഖങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. 1000 രൂപ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അൽഹംദുലില്ലാ. രണ്ടാമതായി ഒരു സഹോദരൻ സിദ്ദീഖ്. ആരാള്? അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലോ, നീ പൊരുത്തപ്പെടണമല്ലോ, നീ കബൂലാക്കണമല്ലോ, നിന്റെ തൃപ്തിയിലാക്കണം അല്ലാ. പടച്ചവനെ അവരുടെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. മാരകമായ രോഗങ്ങൾ കൊടുത്തവരെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ എല്ലാ മുസീബത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ. 2 സഹോദരങ്ങളായി 1000 രൂപ പറയാം. ഇത്രയും സഹോദരൻ അള്ളാഹു തന്നെ ഒരു ചെറിയ ചായ കുടിക്കുന്ന 1000 രൂപ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ എഴുന്നേറ്റ് ഒന്ന് പറയാൻ അള്ളാഹു തന്നിട്ട നിഅമത്ത് ഉണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ ആരെങ്കിലും മൂന്നാമതൊരാൾ, 2 പേരും അൽഹംദുലില്ലാ. പേരെന്താ? ഷരീഫ് എന്ന് പറയുന്ന സഹോദരൻ, മൂന്നാമത്തെ സഹോദരൻ. 2 പേരും കൂടെ പറയാൻ 5 തികയ്ക്കാൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ പൊരുത്തപ്പെടണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സഹായിക്കുന്നവരുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ എന്താണോ റബ്ബേ, അല്ലാഹുവേ ആവശ്യങ്ങൾ പൂർത്തിയാക്കണം റബ്ബേ, ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കണം അല്ലാ. അല്ലാഹുവേ ജീവിതത്തിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റണേ അല്ലാ, ജീവിതത്തിലുള്ള വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ജീവിതം കണ്ണീര് കടലാക്കല്ലേ അല്ലാ. പടച്ചവനെ സന്താനങ്ങളില്ലാത്ത ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ സൽസന്താനങ്ങളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഉള്ള സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. യതീമായ കുട്ടികൾക്ക് വേണ്ടി ദുആരക്കാൻ പടച്ചവനെ അർഹമർ റഹീമായ റബ്ബേ, യതീമായ 3 കുഞ്ഞുമക്കൾക്ക് വേണ്ടി ദുആരക്കാൻ, മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ 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 അവരുടെ ആ വിരഹ ദുഃഖം ഒരു വലിയ വിടവാക്കല്ലേ അല്ലാ. പടച്ചവനെ ആ സഹോദരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ആ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആ മക്കളിൽ സന്തോഷം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ 1111 രൂപയാ തന്നിട്ടുള്ളത്. തമ്പുരാനെ തമ്പുരാനെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ മരണപ്പെട്ട് ഖബറിലുള്ളവർ, ആ ഖബറുള്ള സഹോദരന്റെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ അല്ലാ, സന്തോഷമാക്കണേ അല്ലാ, സന്തോഷമാക്കണേ അല്ലാ. തമ്പുരാനെ അവരുടെ ജീവിതത്തിലുടനീളോ അല്ലാഹുവേ അവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണോ നിനക്കറിയാമല്ലോ തമ്പുരാനെ. മനസ്സിന്റെ വ്യതകളും വിഷമങ്ങളും എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ. നബീസ ഉമ്മ 6ാമതൊരു സഹോദരി. സഹോദരന്മാര് 1000 രൂപ പറയാൻ. 1500 രൂപ. 7ാമതൊരു സഹോദരൻ 1500 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാ. എല്ലാവരും ഉറച്ചാമീൻ പറയും. അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാ. തവസ്സലിനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്
وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. എട്ടാമതൊരു സഹോദരി 1000 രൂപ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ. രണ്ടുപേര് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മൊത്തം 12 ആളുകൾ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. കൊച്ചു എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹുവേ